അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൻ അസ്ബഹ മുആഫൻ ഫീ ബദനി, ഒരാൾക്ക് ശാരീരികമായ ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്. ആമിനം ഫീ സിർബി, തൻ്റെതായ വീട്ടിൽ സുരക്ഷിതനായി സമാധാനത്തോടെ കഴിയാനുള്ള അവസരവുമുണ്ട്. ഇൻദഹു ഖൂതു യൗമി, അവന്റെ ഓരോ ആ ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണവും അവന്റെ മുന്നിലുണ്ട്. തടിക്കാരോഗ്യമുണ്ട്, ടെൻഷനില്ലാതെ മനസ്സമാധാനത്തോടെ കഴിയാനുതകുന്ന നല്ലൊരു വീടുണ്ട്, അന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണവും. ഇത് മൂന്നും ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ, ദുനിയാവ് മുഴുവൻ അവന് ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെയാണ് എന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗമാണ് നല്ലൊരു വീടുണ്ടാവൽ. മാത്രവുമല്ല, നല്ല ഭാര്യ, നല്ല വീട്, നല്ലൊരു വണ്ടി, മൂന്നും ജീവിതത്തിന്റെ വലിയ സൗഭാഗ്യമാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മൾക്കൊക്കെ എല്ലാ നിഅമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സൗഭാഗ്യത്തിന്റെ അടയാളമാണ് നല്ലൊരു വീട്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണാം. ഹദീസ് വമിൻ ശഖാവത്തി ബിനി ആദമ സലാസ, ഒരു മനുഷ്യന്റെ ദൗർഭാഗ്യത്തിന്റെ അടയാളങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ. മൂന്ന് ലക്ഷണം, മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ ദൗർഭാഗ്യവാനാണ്, നിർഭാഗ്യവാനാണ്. ഒന്ന്, അൽ മർഅതു സൂഉ, ചീത്ത പെണ്ണ്. എത്ര സമാധാനത്തോടെ വീട്ടിലേക്ക് കയറി വന്നാലും തന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോ ആ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ ആ ഭാര്യ ചീത്ത പെണ്ണാണ്. അവളെ നന്നാക്കണം, സ്വഭാവം നന്നാക്കണം. രണ്ട്, വൽ മസ്കനു സൂഉ, ചീത്ത വീട്. ചീത്ത വീട്. ഇമാം നവവി റഹിമഹുല്ല ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ചീത്ത വീട് എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കതിന് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നുകിൽ ലീഖു സാഹതിഹ, ആ വീട് ഇടുങ്ങിയ വീടാണ്, തീരെ സൗകര്യമില്ലാത്ത, ഒന്ന് തിരിയാനും മറയാനും കഴിയാത്ത, തീരെ വിശാലതയില്ലാത്ത വീട്. അതാണ് ഒരർത്ഥം. രണ്ടാമതൊന്ന് വഖുബ്സുർ ജീറാനിഹ, അയൽപക്കം മോശമായ വീട്. ആ വീടിന്റെ ചുറ്റുവട്ടത്തുള്ളവർ ഒരു നിലക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ള വീട്. ചീത്ത ഭാര്യ, ചീത്ത വീട്. മൂന്നാമത്തേത് വൽ മർകബു സൂഉ, ചീത്ത വാഹനം. ചീത്ത വാഹനം, കേടുപാടുകളുള്ള വണ്ടി. സ്റ്റാർട്ടാക്കണമെങ്കിൽ കേവലം ചാവി തിരിച്ചാൽ മാത്രം പോരാ, ഏതെങ്കിലും കയറ്റത്തിന്റെ മുകളിൽ കൊണ്ടുപോയി താഴോട്ടിട്ടെങ്കിലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. പെർഫെക്റ്റ് അല്ലാത്ത കേടുപാടുകളുള്ള വാഹനം. മൂന്നും ദൗർഭാഗ്യത്തിന്റെ അടയാളങ്ങളാണെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗഭാഗ്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നബി തങ്ങൾ നല്ല വീട് പറഞ്ഞു. ദൗർഭാഗ്യത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോ അതിൽ ചീത്ത വീടും പറഞ്ഞു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വീടുണ്ടാകുന്നതിന്റെ പ്രാധാന്യം ഈ ഹദീസിലൂടെ തന്നെ ബോധ്യപ്പെടും. അള്ളാഹു നമ്മൾക്കൊക്കെ നൽകുമാറാവട്ടെ. എന്നാൽ ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ രണ്ട് തരം വീടുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ട് തരം വീടുകൾ. അതിൽ ഏത് ഗണത്തിലാണ് നമ്മുടെ വീടുകൾ പെടേണ്ടത്? ഏത് വിഭാഗത്തിലാണ് നമ്മുടെ വീടുകളെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്?
സൂറത്തു തൂറിന്റെ 25 മുതൽ 28 കൂടിയ ആയത്തുകൾ അള്ളാഹു ഒരു വീടിനെ കുറിച്ച് പറയാൻ. ആ വീട്ടുകാരെ മുഴുവൻ അള്ളാഹു സ്വർഗത്തിലെത്തിക്കും. ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും സ്വർഗത്തിലെത്തുന്നു. وأقبل بعضهم على بعض يتساءلون. സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ ആ വീട്ടുകാർ പരസ്പരം ചോദിക്കുകയാണ്. ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും പരസ്പരം കൂടിയിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുകയാ, എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സ്വർഗത്തിലെത്തിച്ചേർന്നത്? ദുനിയാവിൽ വീട്ടിൽ ആനന്ദത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞതുപോലെ സ്വർഗലോകത്തും ഇതുപോലെ കഴിയാൻ എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മൾക്ക് അവസരം ഒരുക്കി തന്നത്? അവർ പരസ്പരം ചോദിക്കുന്നു. എന്നിട്ട് അവർ തന്നെ കാരണം പറയുന്നു. ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നമ്മൾ നമ്മുടെ വീട്ടിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരായിരുന്നു. വീട്ടിൽ ദീനി ചുറ്റുപാടുണ്ടായിരുന്നു. വീട്ടിൽ മതകീയമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നമ്മൾ നമ്മുടെ വീട്ടിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചവരായിരുന്നു. വീട്ടിൽ പേക്കൂത്തുകൾ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നുമേ നടമാടിയിരുന്നില്ല. വീട്ടിൽ പടച്ചോനെ പേടിച്ചു കഴിഞ്ഞിരുന്നു നമ്മൾ. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു നമ്മളോട് കരുണ കാണിച്ചു. അല്ലാഹു നരകത്തിന്റെ അഗ്നിയെ തൊട്ട് നമ്മെ സംരക്ഷിക്കുകയും ചെയ്തു. നമ്മൾ ഒന്നടങ്കം സ്വർഗത്തിലെത്താൻ കാരണം നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചത് കൊണ്ടാണെന്ന് അവർ തന്നെ പരസ്പരം പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുകയാണ്. അള്ളാഹു അത്തരം വീടുകളിൽ നമ്മുടെ വീടുകളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ വീട്ടിൽ എല്ലാവരും പടച്ചോനെ പേടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിലേക്ക് എത്തിച്ചു. എന്നാൽ രണ്ടാമതൊരു വീടിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ലഹ്രി ഫസൗഫ യദ്ഉ സുബൂറാ വയസ്ലാ സഈറാ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. മഹ്ശറിൽ നന്മയും തിന്മയും എഴുതപ്പെട്ട കിതാബുകൾ വിതരണം ചെയ്യപ്പെടുന്ന സന്ദർഭം ഒരു മനുഷ്യന് പിൻഭാഗത്തുകൂടെ ഇടത് കൈയിൽ അല്ലാഹു കിതാബ് നൽകുകയാണ്. അവന്റെ ഗ്രന്ഥം നൽകപ്പെടുന്നത് ഇടത് കൈയിലാണ്. ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുമ്പോ ആ മനുഷ്യൻ ഫസൗഫ യദ്ഉ സുബൂറാ. ആ മനുഷ്യൻ ആർത്തട്ടഹസിക്കുകയാണ്, ആർത്തനാദം മുഴക്കുകയാണ്. എന്റെ നാശമേ എന്ന് വിളിക്കുന്നു. ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ എന്ന് പരിതപിക്കുന്നു. വയസ്ലാ സഈറാ. ആ മനുഷ്യൻ നരകത്തിലേക്ക് അല്ലാഹു അവനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു, നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആ മനുഷ്യന് ഇടത് കയ്യിൽ കിതാബ് നൽകപ്പെടാൻ കാരണം? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ നരകത്തിലെത്താൻ കാരണം? ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. അവൻ തന്റെ വീട്ടിൽ ആനന്ദിച്ച് കഴിഞ്ഞവനായിരുന്നു, സന്തോഷിച്ച് കഴിഞ്ഞവനായിരുന്നു, ആർമാദിച്ച് കഴിഞ്ഞവനായിരുന്നു. ആ വീട്ടിൽ അള്ളാഹുവിന്റെ പേടിയുണ്ടായിരുന്നില്ല. ആ വീട്ടിന്റെ അന്തരീക്ഷത്തിൽ തഖ്വയുണ്ടായിരുന്നില്ല. മറിച്ച് അവന്റെ വീട്ടിൽ എപ്പോഴും കോമഡികളാണ്,
കോമഡി ഷോകളാണ്, റിയാലിറ്റി ഷോകളാണ്, വേണ്ടാത്ത ചാനൽ പ്രോഗ്രാമുകളാണ്. ഉമ്മയും മക്കളും അടക്കം ആ പ്രോഗ്രാമുകൾ ആസ്വദിച്ച് ചിരിച്ച് കളിച്ച് കഴിഞ്ഞു കൂടിയതുകൊണ്ട് അവന്റെ കിതാബ് നൽകപ്പെടുന്നത് ഇടത് കയ്യിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. വീട്ടിൽ ആനന്ദിച്ച് കഴിഞ്ഞവനായിരുന്നു. വീട്ടിലെ ജീവിതത്തിൽ ആഖിറത്തിനെ കുറിച്ച് ആലോചിക്കാത്തവനായിരുന്നു. അവന്റെ വീട്ടിൽ ഖുർആൻ പാരായണങ്ങളില്ല, അവന്റെ വീട്ടിൽ ദിക്റുകളില്ല, ഹദ്ദാദ് റാത്തീബുകളില്ല, നിസ്കാരങ്ങൾ നടക്കുന്നില്ല. അവിടെ നടക്കുന്നത് തോന്നിവാസങ്ങളാണ്, അവിടെ നടക്കുന്നത് പേക്കൂത്തുകളാണ്. അത്തരം വീട്ടുകാരനാണ് ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നത്. അള്ളാഹു അത്തരക്കാരെ തൊട്ട് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. 2 വീടുകളെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഒരു വീട്ടുകാർ ഒന്നടങ്കം സ്വർഗത്തിൽ ആനന്ദിച്ചു കഴിയുന്നു. രണ്ടാമത്തെ വീട്ടുകാരന് ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുമ്പോൾ തന്നെ ഭയന്നുകൊണ്ട് അട്ടഹസിക്കുകയും പേടിച്ച് കരയുകയും ചെയ്യുന്നു. നമ്മുടെ വീടുകൾ ഏത് ഗണത്തിൽപ്പെടണം? നമ്മുടെ കുടുംബം ഏത് വിഭാഗത്തിൽപ്പെടണം? ഒരു കാര്യം കൂടെ പറയട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. സാധാരണ നബി തങ്ങൾ വരാത്ത സമയമാ, ളുഹറിന്റെ തൊട്ട് മുമ്പുള്ള സമയം. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ച് ഉറക്കമൊഴിച്ച ആളുകളൊക്കെ അല്പനേരം വിശ്രമിക്കുന്ന നേരമാണല്ലോ ളുഹറിന്റെ തൊട്ട് മുമ്പത്തെ സമയം, ഖൈലൂലത്തുറങ്ങണ നേരം. ആ നേരത്ത് റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ അബൂബക്കർ ഉഖ്റുജ് യാ അബൂബക്കർ, അബൂബക്കർ തങ്ങളെ ഒന്ന് പുറത്തേക്ക് വരണം, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് പുറത്തേക്ക് വരണം. സാധാരണ വരാത്ത സമയമാ. ആ സമയത്ത് നബി തങ്ങൾ സാധാരണഗതിയിൽ വരാറില്ല. ആ ഒരു നേരത്ത് വന്നിട്ട് പറയുന്നതോ, സിദ്ദീഖേ ഒന്നിങ്ങോട്ട് വരൂ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ തന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു. നബിയേ, ഇങ്ങോട്ട് വന്നോളൂ നബിയേ. ഇന്നമാ ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിലുള്ളത് നിങ്ങളുടെ തന്നെ കുടുംബമാണല്ലോ നബിയേ. ഇതങ്ങയുടെ വീട് പോലെ കരുതിയാ മതി. അങ്ങ് വീടിന്റെ വെളിയിലേക്ക് വിളിച്ചിട്ട് എന്നോട് സ്വകാര്യം പറയേണ്ടതില്ല. അങ്ങക്ക് എന്റെ വീട്ടിലേക്ക് വരാം, എന്നോട് സ്വകാര്യ സംഭാഷണങ്ങൾ നടത്താം, പറയാനുള്ളത് പറയാം, തീരുമാനങ്ങൾ എടുക്കാം. എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോ മക്കളോ അങ്ങയുടെ രഹസ്യം പുറത്ത് പറയുന്നവരല്ല. അവർ തർബിയത്ത് കിട്ടിയവരാണ്, അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ്. നമ്മൾ ഓർക്കണം, ഈ സംഭവം നടക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന്റെയും മുന്നെയാണ്. കല്യാണം കഴിച്ചതിന്റെ ശേഷമില്ല, അതിന്റെ മുമ്പാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നമാ ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, ഇതങ്ങയുടെ വീടാണ് നബിയേ, ഇതങ്ങയുടെ കുടുംബം തന്നെയാണ് നബിയേ. റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റയെ കുറിച്ച് പറയാനാ വന്നത്. ഹിജ്റയ്ക്ക് സമ്മതം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്റെ കൂടെ പോരാം. ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ, അക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നബി തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. സംഭാഷണം രഹസ്യമാവണമല്ലോ. മക്കയിൽ നിന്ന് നബി തങ്ങൾ പലായനം ചെയ്യുന്നത് ശത്രുക്കളിലേക്ക് ചോർന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് പുറത്തേക്ക് വിളിച്ച് സിദ്ദീഖ് തങ്ങൾ അപ്പോൾ പറഞ്ഞതോ, ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, ഇത് അങ്ങയുടെ വീട് തന്നെയാണ് നബിയെ, അങ്ങനെ കരുതിയാ മതി. ഇവിടെ അങ്ങേക്ക് അങ്ങയുടെ വീട്ടിലുള്ളത് പോലെ ചെയ്യാം, ഇതങ്ങയുടെ വീടാണ്. ഇനി നമ്മളൊന്ന് ആലോചിക്കേ, നമ്മുടെ വീട്ടിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നുവെന്ന് സങ്കല്പിക്കുക.
നബി തങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുവെങ്കിൽ ഹബീബിനോട് നമ്മൾക്ക് പറയാൻ കഴിയുമോ, യാ റസൂലല്ലാഹ് ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, നബിയേ ഇതങ്ങയുടെ തന്നെ വീടാണ്, അങ്ങേക്ക് സന്തോഷത്തോടെ ഇങ്ങോട്ട് കടന്നു വരാം എന്ന് നമ്മുടെ വീട് നോക്കിയിട്ട് പരിശുദ്ധ പ്രവാചകരോട് പറയാൻ നമ്മൾക്ക് സാധ്യമാകുമോ? ഹബീബ് ഇഷ്ടപ്പെടാത്തത് നമ്മുടെ വീട്ടിൽ വല്ലതും ഉണ്ടാകുമോ? അത് മൂടി വെച്ചാലും തുറന്നു വെച്ചാലും ഹബീബ് ഇഷ്ടപ്പെടാത്ത വല്ലതും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമോ? നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ പൂർണ്ണ സന്തോഷവാനായിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇരിക്കാൻ സാധ്യമാകുമോ? നമ്മുടെ വീട് അങ്ങനെയാണോ? അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വീട് എത്തിക്കണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാന്മാരുടെ സാന്നിധ്യം, പരിശുദ്ധ പ്രവാചകരുടെ സാന്നിധ്യമൊക്കെ ഉള്ള വീടായി നമ്മുടെ വീട് മാറണം. സലാമത്തുർ റജുലി ഫിൽ ഫിത്ന അയൽസമ ബൈതഹു. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലോകത്ത് ഫിത്ന നിറയുന്ന സാഹചര്യം, പുറത്തു പോയാൽ കാണേണ്ടി വരുന്നത് ഹറാമാ, കേൾക്കേണ്ടി വരുന്നത് ഹറാമാ, എവിടെ നോക്കിയാലും ഹറാമുകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം. അത്തരം ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യന് രക്ഷ കിട്ടുന്ന ഇടം അവന്റെ സ്വന്തം വീട് മാത്രമാണ്. അവന്റെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കഴിയലാണ്. എന്നാൽ ഇന്ന് വീടുകൾ തന്നെ ഫിത്നയുടെ കേന്ദ്രങ്ങളാകുന്ന കാലഘട്ടമാണല്ലോ. വീടുകൾ തന്നെ ഫിത്നയുടെ കാലഘട്ടമാണ്. ഒരു വീട്ടിൽ ആരുടെ കയ്യിലാണ് സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്തത്? ആർക്കാണ് നെറ്റ് കണക്ഷൻ ഇല്ലാത്തത്? ഡാറ്റകൾ നെറ്റ്വർക്കുകളിലൂടെ വാരിക്കോരി വിതറപ്പെടുന്ന കാലഘട്ടമാണല്ലോ. എന്തും കാണാം, എന്തും ചെയ്യാം. നമ്മുടെ ഫോണുകൾ സ്മാർട്ടായപ്പോൾ അതിനനുസരിച്ച് പിശാചും സ്മാർട്ടായി തീർന്ന കാലഘട്ടമാ. അതുകൊണ്ട് സലാമത്തുർ റജുലി ഫിൽ ഫിത്ന അയൽസമ ബൈതഹു. ഒരു നാട്ടിൽ ഫിത്ന നിറയുമ്പോൾ അല്ലാഹുവിൻ ഒരു മനുഷ്യന് രക്ഷ കിട്ടണമെങ്കിൽ അവൻ ചെയ്യേണ്ടത് വീട്ടിൽ ഒതുങ്ങിക്കഴിയലാണ്. പക്ഷേ വീടുകളിൽ നിന്ന് പോലും സമാധാനമില്ലാതായി പോകുന്ന കാലഘട്ടമല്ലേ ഇത്? വീട്ടിൽ സ്വസ്ഥായിട്ടിരിക്കാൻ വയ്യ, വീട്ടിൽ സ്വസ്ഥായിട്ട് ഉറങ്ങാൻ പറ്റൂല അല്ലേ? വീട്ടിൽ സ്വസ്ഥതല്ല. നമ്മുടെ മക്കളൊക്കെ ഒരു SLC കഴിയുന്ന പ്രായം വരെ, SLC കഴിയുന്നത് വരെ 10 മണിയാകുമ്പോ വീട്ടിലെത്തും. രാത്രി 10 മണിയാകുമ്പോ വീട്ടിലെത്തും. ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ഒരു +2 ഒക്കെ കഴിയുന്നത് വരെ 12 നമുക്ക് വീട്ടിലെത്തും. അവിടെ നിന്ന് അപ്പുറം കഴിഞ്ഞ പിന്നെ എപ്പോഴാ എത്തുക, എപ്പോഴാ പോവാ, ഒരെത്തും പിടിയില്ല. അങ്ങനെയാണ്. ഇല്ല, എപ്പോഴെങ്കിലും അങ്ങ് കയറി വരിക, അല്പനേരം ഉറങ്ങിയിട്ട് വേഗം വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവുക. എന്തേ? വീട്ടിൽ നിൽക്കാൻ മക്കൾക്ക് സമാധാനമില്ലേ? കേവലം നമ്മൾ വാടകയ്ക്കെടുക്കുന്ന റൂമുകൾ പോലെയാണോ ഒരു വീട്? ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണോ വീട്? ആവശ്യമുള്ളപ്പോൾ വാതിൽ തുറന്നു വരാനും കുറച്ചു നേരം കിടന്നുറങ്ങാനും ഭക്ഷണം കഴിക്കാനും അത് കഴിഞ്ഞാൽ അങ്ങ് ഇറങ്ങിപ്പോകാനുമുള്ള ഒരു ഇടമാണോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ വീടുകൾ? അങ്ങനെയാണോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അല്ലാഹു നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീടുകളിൽ സമാധാനം നിക്ഷേപിച്ചിരിക്കുകയാ. വീടുകളിൽ അല്ലാഹു സമാധാനം വെച്ചിട്ടുണ്ട്. ആ സമാധാനാണ് മിസ്സാകണത്. വീടുകളിൽ അല്ലാഹു സമാധാനം വെച്ചിട്ടുണ്ട്. എത്ര മനുഷ്യന്മാരുണ്ടല്ലേ, അവർക്ക് നല്ല ബംഗ്ലാവുകൾ കൊടുത്താലും വേണ്ട, ഹോസ്പിറ്റലിലാണ് കഴിയുന്നത് എന്ന് വെക്കുക, നല്ല AC റൂമിലാണ്, ഒരു കുഴപ്പമില്ല, ശുശ്രൂഷിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, സുന്ദരമായ റൂമാണ്. എന്നാലും അവര് പറയും, എനിക്കിതൊന്നുമല്ല, എന്റെ വീട്ടിലെത്തിക്കുകയാണെങ്കിലേ എനിക്ക് സമാധാനമുള്ളൂ. വീടോ അതൊരു കൊച്ചു കൂരയാവാം, കൊച്ചു കൂരയായിരിക്കും, ചെറ്റക്കുടിലായിരിക്കും, എന്നാലും പറയും എനിക്ക് വീട്ടിലെത്തിയാലേ സമാധാനമുള്ളൂ, എന്റെ വീട്ടിലെ കക്കൂസ് പോയാലേ എനിക്ക് റാഹത്ത് കിട്ടുള്ളൂ എന്നൊക്കെ പറയണ മനുഷ്യന്മാരില്ലേ? വീട്ടിൽ എല്ലാത്തിനും ഒരു റാഹത്തുണ്ട്. ആ റാഹത്ത് നിക്ഷേപിച്ചത് അല്ലാഹുവാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു നിങ്ങൾക്ക് സമാധാനം വെച്ചിട്ടുണ്ട്.
ആ സമാധാനം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് പോലും വീട്ടിൽ നേർക്ക് നേരെ കുറച്ച് മണിക്കൂർ ഇരിക്കാൻ കഴിയാത്തത്. സമാധാനമില്ല വീടുകളിൽ. നമ്മുടെ വീട്ടിൽ സമാധാനം വരണം. നമ്മുടെ വീട്ടുകാർക്ക് ഒന്നടങ്കം സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവണം. എന്താണ് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? ആ ഒരു സമാധാനം തിരികെ കൊണ്ടുവരാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം? പരിശുദ്ധ റസൂൽ സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയാണ്, മസലു ബൈത്തിൻ യുദ്കറുല്ലാഹു ഫീഹി വബൈത്തിൻ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്തി. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലപ്പെടുന്ന വീടും ദിക്ർ ചൊല്ലപ്പെടാത്ത വീടുകളും മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവനുള്ളതും മരിച്ചു കിടക്കുന്നതും പോലെയാണ്. ഒരു വീടിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ, ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ, ഒരു വീട്ടിൽ സ്വസ്ഥതയോടെ കഴിയാനുള്ള അവസരം കിട്ടണമെങ്കിൽ ആ വീട്ടിൽ അള്ളാഹുവിന്റെ ഓർമ്മകൾ ഉണ്ടാവണം, ആ വീട്ടിൽ ദിക്ർ ചൊല്ലണം, ആ വീട്ടിൽ തസ്ബീഹുകൾ ഉണ്ടാവണം, ആ വീട്ടിൽ ഹദ്ദാദുകൾ ഉണ്ടാവണം, ആ വീട്ടിൽ നിസ്കാരം ഉണ്ടാകണം. അതൊന്നുമില്ലെങ്കിലോ ആ വീടിനെ കുറിച്ചാണ് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത്, മസലുൽ ഹയ്യി വൽ മയ്യിത്തി. അല്ലാഹുവിനെ ഓർക്കാത്ത വീട് ചത്ത വീടിന് സമാനമാണ്. ചത്ത വീടിന് സമാനമാണ്. അവിടെ സ്വസ്ഥത ഉണ്ടാകൂല, അവിടെ സമാധാനം ഉണ്ടാകില്ല. വീട്ടിൽ സമാധാനം വേണോ? അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടണം, അള്ളാഹു ഓർക്കപ്പെടണം. വ്യക്തമായി പറഞ്ഞാൽ ആ വീട്ടിൽ നിസ്കാരം ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വീട്ടിൽ നിസ്കാരം ഉണ്ടാവണം, നിസ്കാരം നടക്കണം. വീട്ടിൽ നിസ്കാരമുണ്ടായാൽ അതാ വീടിന് ബറക്കത്താണ്. ആ വീട്ടുകാർക്കൊക്കെ മനസ്സിന് സമാധാനം കിട്ടാൻ ഏറ്റവും വലിയ ഒരു കാരണമാണ്. വീടുണ്ടായാൽ മാത്രം പോരാ, വീട്ടിൽ നിസ്കാരം ഉണ്ടാവണം. മഹാനായ കലീമുല്ലാഹി സയ്യിദുനാ മൂസ അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടൊപ്പം ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവർക്കവിടെ ഒരു തുണ്ടം ഭൂമിയില്ല. അവർ പോകുന്നത് ഫിർഔനിന്റെ നാട്ടിലേക്കാണ്. ആ ഫിർഔനിന്റെ നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ മൂസാ നബിക്കും ഹാറൂൻ നബിക്കും നൽകിയ നിർദ്ദേശം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാ, വഔഹൈനാ ഇലാ മൂസാ വഅഖീഹി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്റ ബുയൂതാ. മൂസാ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും അല്ലാഹു വഹി അറിയിക്കുകയാണ്, അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്റ ബുയൂതാ. നിങ്ങളുടെ സമുദായത്തിന്, ഈ ആളുകൾക്ക് മിസ്റിൽ വീടുകൾ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് വീടുകൾ ഉണ്ടാക്കണം, നല്ല വീടുകൾ അവർക്ക് വേണ്ടി പണിയണം. അതും മാത്രം പോരാ, വജഅലൂ ബുയൂതകും ഖിബ്ലാ, നിങ്ങളുടെ വീടുകളെ ഖിബ്ലയാക്കണം. വഅഖീമുസ്സലാ, ആ വീട്ടിൽ നിസ്കാരം നിലനിർത്തുകയും വേണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ബോധനം നൽകുകയാണ്. വീടിനെ ഖിബിലയാക്കണമെന്ന് പറഞ്ഞാൽ തൽക്കാലം ആ വീടിനെ പള്ളിയായിട്ട് ഉപയോഗിക്കണം. വീട്ടിൽ വെച്ച് നിസ്കാരം മുറ പോലെ നടത്തുകയും വേണം. വീട്ടിൽ നിന്ന് നിസ്കാരം നടക്കണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത് കാണാം. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് കടന്നു വന്ന സന്ദർഭം നമ്രൂദിന്റെ ഫിർഔനിന്റെ കിരാതമായ ഭരണം നടപ്പിലുള്ള കാലഘട്ടമായിരുന്നു. യുദബ്ബിഹൂന അബ്നാഅഹും വയസ്തഹയൂന നിസാഅഹും, ആൺകുഞ്ഞുങ്ങൾ പിറന്നാൽ അവരെ കഴുത്തറുത്ത് കൊല്ലുന്ന കാലഘട്ടമാണ്. പെൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിരുന്ന കാലഘട്ടമാ. ആ ഒരു സമയത്ത് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, ഫിർഔനിന്റെ മർദ്ദനങ്ങൾ തീരാൻ, അവരിൽ നിന്ന് സമാധാനം കിട്ടാൻ, നിങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം ഉണ്ടാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് വജഅലൂ ബുയൂതകും ഖിബ്ലാ, നിങ്ങളുടെ വീടുകളെ പള്ളിയാക്കണം. വഅഖീമുസ്സലാ, ആ വീട്ടിൽ നിന്ന് നിസ്കാരം നിലനിർത്തുകയും വേണം.
വീട്ടിലെ നിസ്കാരം നടക്കണം. ഫിർഔനിന്റെ ശർറുകളിൽ നിന്ന് മോചനം കിട്ടാൻ അള്ളാഹു കൊടുക്കുന്ന നിർദ്ദേശം നിസ്കാരം നിലനിർത്താനാണ്, നിസ്കാരം മുറ പോലെ നിർവഹിക്കാനാണ്. വീട്ടിൽ നിന്ന് നിസ്കരിക്കണം. ശർറുകൾ തീർന്നു കിട്ടാൻ, പ്രയാസങ്ങൾ തീർന്നു കിട്ടാൻ നിസ്കാരം നിർവഹിക്കണം. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. ഇടങ്ങേറുകൾ വരുമ്പോൾ കേവലം മുഷ്ടി ചുരുട്ടിയുള്ള മുദ്രാവാക്യ വിളികളിൽ ഒതുങ്ങാൻ പാടില്ല. പ്രതിഷേധ പ്രകടനങ്ങൾ മാത്രം നടത്തിയത് കൊണ്ടായില്ല, പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചത് കൊണ്ടായില്ല. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. നിങ്ങളുടെ ഭയം നീങ്ങിപ്പോകണോ, നിങ്ങൾക്ക് സമാധാനം വേണോ, ഭരണാധികാരികളുടെ ശർറുകൾ തീർന്നു കിട്ടണോ, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. നിങ്ങളിൽ ക്ഷമയുണ്ടാവണം, നിങ്ങൾ മുറ പോലെ നിസ്കാരം നിർവഹിക്കുകയും വേണം. ഇന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങളൊക്കെ ഒരു പ്രക്ഷോഭത്തിന്റെ വക്കിലാണല്ലോ. നിരന്തരം പ്രക്ഷോഭ പരിപാടികൾ നടക്കുന്നു അല്ലേ? പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ, പ്രതിഷേധ പ്രകടനങ്ങൾ നിരന്തരം നടക്കുകയാണ്. അതുകൊണ്ട് മാത്രമായോ? അത് വേണം, വേണ്ടെന്ന് പറയണില്ല, വേണം. ഭരണകൂടം ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളെ വീക്ഷിക്കും. അവർക്ക് തിരുത്താനുള്ള ഒരു ഊർജം അതിലൂടെ കിട്ടും. ശരിയാണ്, അത് മാത്രം മതിയോ? അല്ല. വജഅലൂ ബുയൂതകും ഖിബ്ലാ വഅഖീമുസ് സ്വലാ. സമാധാനമില്ലാത്ത ഒരു രംഗത്ത് സമാധാനം കിട്ടാനും ശാന്തി വരാനും ചെയ്യേണ്ടത് നിസ്കാരം നിലനിർത്തലാണ്, നിസ്കാരം മുറ പോലെ നിർവഹിക്കലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്ത് CAA ആയാലും വേണ്ടിയില്ല, NRC ആയാലും വേണ്ടിയില്ല, എന്തു ആയിക്കോട്ടെ, നമ്മൾ ഭയപ്പെടുന്നത് നീങ്ങി കിട്ടണോ, നമ്മൾ ആദ്യം നന്നാവണം, നിസ്കാരം നിലനിർത്തണം. അള്ളാഹു എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുകൾ, ഭയം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മളിൽ ചില ഡൈവേഷനുകൾ സംഭവിച്ചത് കൊണ്ടാണ്, നമ്മളിൽ എന്തോ പിഴവുകൾ പറ്റിയത് കൊണ്ടാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശാമിലേക്ക് ഒരു സൈന്യത്തെ യുദ്ധം ചെയ്യാൻ വേണ്ടി നിയോഗിക്കുകയാണ്. അവർ പോയി യുദ്ധം ചെയ്തു. ഉച്ചനേരമായപ്പോൾ മഹാനായ ഉമർ തങ്ങൾക്ക് വിവരം കിട്ടുന്നു, മുസ്ലിമീങ്ങൾ ശാം ജയിച്ചടക്കിയിരിക്കുന്നു, ശത്രുസേനയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. പ്രഭാതം മുതൽ, സുബഹി മുതൽ അവരുമായി യുദ്ധത്തിലാണ്. ഉച്ചനേരത്താണ് അവരെ പിന്തിരിപ്പിക്കാൻ സാധ്യമായത്, അവരെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ സാധ്യമായത്. ഇത് കേട്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ്. ശാമിൽ മുസ്ലിമീങ്ങൾ ജയിച്ചുവെന്ന് കേട്ടപ്പോ രാവിലെ മുതൽ ഉച്ചവരെ യുദ്ധം ചെയ്തിട്ട് അതിനൊടുവിലാണ് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധ്യമായതെന്ന വിവരം കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ കരയുകയാ. കൂടെയുള്ളവർ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, എന്തിനാ നിങ്ങൾ കരയുന്നത്? നമ്മുടെ സൈന്യം വിജയിച്ചു എന്നല്ലേ വാർത്ത കിട്ടിയത്, എന്തിന് കരയണം? സന്തോഷിക്കേണ്ട ഘട്ടമാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, മൽ കുഫ്റു യഖിഫു അമാമകും മിനസ് സ്വബാഹി ഇലസ് സവാൽ ഇല്ലാ ലി അംറിൻ അഹ്ദസ്തുമൂഹു അനാ ഔ അൻതും. രാവിലെ മുതൽ ഉച്ചവരെയുള്ള മണിക്കൂറുകളോളം ശത്രുക്കൾക്ക് നിങ്ങളെ എതിരിടാൻ സാധിച്ചുവെങ്കിൽ, നിങ്ങളോട് പടവെട്ടിയിരിക്കാൻ ശത്രുക്കൾക്ക് സാധ്യമായെങ്കിൽ അത് നമ്മൾ ചെയ്ത ഒരു കുറ്റം കൊണ്ടാണ്, ഒന്നുകിൽ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു പോയ തെറ്റ് കാരണത്താലാണ്. അല്ലാതെ അത്ര നേരം ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കുമായിരുന്നില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞുവെങ്കിൽ, ഭീകര നിയമങ്ങൾ, പേടിപ്പെടുത്തുന്ന നിയമങ്ങൾ ഇല്ലാതാവാൻ കേവല പ്രതിഷേധ പ്രകടനങ്ങൾ മാത്രം പോരാ. വഅഖീമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തണമെന്ന് വിശുദ്ധ ഖുർആൻ. നിസ്കാരം ഉണ്ടാവണം,
വീട്ടിൽ നിസ്കാരം നടക്കണം. നിസ്കരിക്കണം, നിസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് സഹായം തേടണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മനസ്സിന് പ്രയാസം വരുമ്പോ പരിശുദ്ധ പ്രവാചകർ ആനന്ദം കണ്ടെത്തിയത് നിസ്കാരത്തിലായിരുന്നു. സ്വഹാബികൾ എടങ്ങേറ് വരുമ്പോൾ ആശ്വാസം കണ്ടെത്തിയത് നിസ്കാരത്തിലായിരുന്നു. حبب إلي من دنياكم الطيب والنساء ولكن قرة عيني في الصلاة. എന്റെ കണ്ണുകൾക്ക് കുളിർമ കിട്ടുന്നത് നിസ്കാരത്തിലാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിന് വേദന വന്നാൽ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുമായിരുന്നു. എന്തെങ്കിലും ടെൻഷൻ തോന്നിയാൽ നബി തങ്ങൾ നിസ്കാരത്തിലേക്ക് മുഴുകുമായിരുന്നു. നിസ്കാരം സമാധാനം കിട്ടാൻ ഏറ്റവും നല്ല ഒരാരാധനയാണ്. ടെൻഷൻ തീരാൻ നിസ്കാരം നല്ല ആരാധനയാണ്. വീട്ടിലൊരു നിസ്കാര റൂം ഉണ്ടാവല് നല്ലതാണ്. വീട് ഉണ്ടാക്കിയ ആളുകളോട് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വീട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്ലാൻ റെഡിയാക്കുമ്പോൾ അതുകൂടെ കരുതുക. വീട്ടിലൊരു നിസ്കാര റൂം നല്ലതാണ്. ആ റൂം തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മൾ ചിലപ്പോൾ നിസ്കാര റൂം ഉണ്ടാക്കൂലേ, കോണിക്കൂട്ടിൽ ഒന്നിനും കഴിയാത്ത ഒരു സ്ഥലമാണെങ്കിൽ അത് തൽക്കാലം നിസ്കാര റൂം ആയിക്കോട്ടെ അങ്ങ് ഫിക്സ് ചെയ്യും. ഒരാൾക്കോ ഒന്നരാൾക്കോ പോലും നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല അവിടെ. അങ്ങനെ ആവരുത്. കുറച്ച് ആശ്വാസത്തോടെ നിൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രയർ ഹാൾ, നിസ്കാര റൂം ഉണ്ടായാൽ നല്ലതാണ്. വീട്ടിലുണ്ടാവണം. മഹാന്മാരുടെ വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഹദീസുകളിൽ കാണാം, ചരിത്ര സംഭവങ്ങളിൽ കാണാം. ഇദ്ദേഹം പറഞ്ഞു, ഇത്ബാൻ ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞു, നബിയെ അങ്ങന്റെ വീട്ടിലേക്കൊന്ന് വന്ന് റൂമൊന്ന് നിസ്കരിക്കണം എങ്കിൽ ഫഅത്തഖിദഹു മുസല്ല, എനിക്ക് ആ റൂം നിസ്കാര റൂം ആക്കാമായിരുന്നു നബിയേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇത്ബാൻ തങ്ങളോട് പറഞ്ഞു, നഅം, ഞാൻ വരാം, നിങ്ങൾ പോയിക്കോളി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ വരികയാണ് മഹാനായ ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. എന്നിട്ടോ ഫസ്തഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിനോട് സമ്മതം ചോദിക്കുകയാണ്. വീട്ടിലേക്ക് കയറാൻ ഞാനായിട്ട് കയറട്ടെ എന്ന് ചോദിച്ചു. അന്യന്റെ വീട്ടിലേക്ക് കയറണമെങ്കിൽ സമ്മതം വാങ്ങണം. അന്യൻ എന്ന് പറഞ്ഞാൽ നമ്മളുടേതല്ലാത്ത വീട്. അതാരുടേതും ആവാം. സ്വന്തം മകന്റേതാവാം, സ്വന്തം മകളുടേതാവാം, സ്വന്തം അനിയന്റേതോ ജ്യേഷ്ഠന്റേതോ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാവാം. ആരുടേതാണെങ്കിലും ശരി, നമ്മളുടേതല്ലാത്ത വീടാണോ അവിടേക്ക് കേറുമ്പോ സമ്മതം ചോദിക്കണം. ഞാൻ വരട്ടെ എന്ന് ചോദിക്കണം. വ്യക്തമായി നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞാലേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഞാനൊരൊറ്റ സുഹൃത്തല്ലേ എന്ന് കരുതിയിട്ട് വാതിൽ തുറന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റൂല. സമ്മതം വാങ്ങണം. നബി തങ്ങൾ ഇവിടെ സമ്മതം ചോദിക്കുകയാണ്. നബി തങ്ങൾ വരുന്നത് സ്വഹാബത്തിന് എതിർപ്പുണ്ടോ? അവർക്ക് സന്തോഷല്ലേ? നബി തങ്ങൾക്ക് വേണ്ടി അവർ വീടിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയല്ലേ? എന്നിട്ടും അല്ലാഹുവിന്റെ ഹബീബ് സമ്മതം ചോദിക്കുകയാണ്. സമ്മതം കൊടുത്തു. നബി തങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഐന തുഹിബ്ബു അൻ ഉസല്ലിയ മിൻ ബൈതിക്, ഞാൻ ഏത് റൂമിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്? ഏത് റൂമിൽ നിന്നാണ് ഞാൻ നിസ്കരിക്കേണ്ടത്? മഹാനായ ഇത്ബാൻ റളിയല്ലാഹു അൻഹു ഒരു റൂം കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ആ റൂമിലേക്ക് പ്രവേശിച്ചു. ആ റൂമിൽ നിന്ന് നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. ആ റൂം മഹാനായ ഇത്ബാൻ റളിയല്ലാഹു അൻഹു വീട്ടിലെ നിസ്കാര റൂമായിട്ട് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്തുവെന്ന് ഹദീസിൽ കാണാം. നിസ്കരിക്കാൻ വേണ്ടി ഒരു റൂം തന്നെ തയ്യാറാക്കി വെച്ചു. നിസ്കാരം ഒരു വീടിന്റെ ഐശ്വര്യമാണ്, വീടിന്റെ ബർക്കത്താണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും വലാ തത്തഖിദൂഹാ ഖുബൂറാ, നിങ്ങളുടെ നിസ്കാരത്തിന്റെ ഒരു വിഹിതം വീട്ടിലാക്കണം, വീട്ടിൽ നിന്ന് നിസ്കരിക്കണം. വലാ തത്തഖിദൂഹാ ഖുബൂറാ, വീട് ഖബർസ്ഥാൻ പോലെ ആക്കാൻ പാടില്ല, വീട് ശ്മശാനം പോലെ ആവാൻ പാടില്ല. വീട്ടിൽ നിസ്കാരം നടക്കണം.
കൃത്യമായിട്ട് വീട്ടിൽ നിസ്കാരം നടക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആണുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്ക് കൊടുത്താൽ വീട്ടിൽ നിന്ന് വുളൂ ചെയ്യുക, ആ ഫർളിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിക്കുക, നടന്നിട്ട് പള്ളിക്ക് വരിക, ജമാഅത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു പോവുക, സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. ആണുങ്ങൾക്ക് സുന്നത്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവും ഒക്കെ ഉള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിന്നാണ് ആണുങ്ങൾ നിസ്കരിക്കേണ്ടത്. പെണ്ണുങ്ങൾ എന്തായാലും എല്ലാം വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കേണ്ടത്. അവർക്ക് പള്ളിയിലേക്കുള്ള യാത്രയെ ജമാഅത്തിന് വേണ്ടിയാണെങ്കിലും ജുമാക്ക് വേണ്ടിയാണെങ്കിലും പെണ്ണ് പള്ളിയിലേക്ക് പോകുന്നത് വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഒരു പെണ്ണ് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല. ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന, പെണ്ണുങ്ങളുടെ ഏറ്റവും നല്ല പള്ളി അവരുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉള്ള നിസ്കരിക്കലാണ് പെണ്ണിന് ഏറ്റവും നല്ലത്. വീടിന്റെ ഏറ്റവും ഉള്ള നിസ്കരിക്കുക, അതാ പെണ്ണ് ചെയ്യേണ്ടത്. പള്ളിയിലേക്ക് പോകാൻ ഒരു പെണ്ണിന് പള്ളിയിൽ വെച്ചുള്ള നിസ്കാരം ശ്രേഷ്ഠമായിരുന്നുവെങ്കിൽ പള്ളിയിൽ പോകേണ്ടത് ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. ഒരു കാലെടുത്തു വെച്ചാൽ മഹദി പ്രവേശിക്കുന്നത് മസ്ജിദുൻ നബവിയിലേക്കാ. പക്ഷേ ആയിഷ ബീവി ജമാഅത്തിന് പള്ളിയിൽ പോയിട്ടില്ല, മസ്ജിദുൻ നബവിയിലേക്ക് പോയിട്ടില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വന്തം അടിമയായ ദക്വാൻ റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തിയിട്ട് വീട്ടിൽ നിന്നാണ് ആയിഷ ബീവി നിസ്കരിക്കാറുണ്ടായിരുന്നത്. ആയിഷ ബീവി പള്ളിയിൽ പോയിട്ടില്ല. പിന്നെന്തിനാ നമ്മള് പെണ്ണുകൾ പോകാൻ തിടുക്കം കാണിക്കണത്? അങ്ങനെ നിർബന്ധമാണെങ്കിൽ, അത്ര വലിയ പുണ്യം ഉണ്ടെങ്കിൽ ആയിഷ ബീവി പോണ്ടേ? നബി തങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും പോകണ്ടേ? അവരൊന്നും പോയിട്ടില്ല. പെണ്ണിനത് പുണ്യമില്ല. പെണ്ണ് വീട്ടിൽ നിന്ന് നിസ്കരിക്കണം, പൂർണ്ണമായിട്ട് വീട്ടിൽ നിസ്കരിക്കണം. സുന്നത്തും ഫർളും ഒക്കെ വീട്ടിൽ നിസ്കരിക്കണം. ആണുങ്ങൾ സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കണം, ഫർള് ജമാഅത്തായിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം. ഇനി തീരെ വീട്ടിൽ നിന്ന് ആണുങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ മക്കള് തെറ്റിദ്ധരിക്കും. ചെറിയ കുട്ടികൾ കാണല്ലോ, ഉമ്മ നിസ്കരിക്കണം വാപ്പ നിസ്കരിക്കണം ഒക്കെ മക്കള് കാണൂലേ. കുട്ടികൾ വിചാരിക്കും ഈ നിസ്കാരം ഉമ്മാക്ക് മാത്രമുള്ളതാണ്, വാപ്പാർക്ക് ഇതൊന്നും നിർബന്ധമില്ല. കാരണം പള്ളിയിൽ നിന്ന് മാത്രമല്ല വാപ്പാർ നിസ്കരിക്കുക, കുട്ടികളത് കാണൂലല്ലോ. അപ്പൊ കുട്ടിക്കൊരു തർബിയത്തിന് കൂടെ നല്ലതാണ് സുന്നത്ത് ബാപ്പാർ ആണുങ്ങൾ വീട്ടിൽ നിസ്കരിക്കുക, ഫർള് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക. മാത്രവുമല്ല, വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കലാണ് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യം കിട്ടുകയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുർ റജുലി ഫീ ബൈതിഹി, ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ സ്വലാത്തുർ റജുലി തതവ്വുഅൻ ഹൈസു ലാ യറാഹുൻ നാസ് തഅദിലു സ്വലാത്തുഹു അലാ അഅ്യുനിൻ നാസ് 25. ആളുകൾ കാണെ 25 റക്അത്ത് നിസ്കരിക്കുന്നതിന് തുല്യമാണ് ആരും കാണാതെ വീട്ടിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കലെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ പള്ളിയിൽ നിന്ന് 25 റക്അത്ത് നിസ്കരിക്കുന്നതിന് തുല്യമാകുന്ന പ്രതിഫലമാണ്. 25 ഇരട്ടി പ്രതിഫലം കിട്ടും 2 റക്അത്ത് വീട്ടിൽ നിസ്കരിച്ചാൽ. അപ്പൊ ആണുങ്ങൾ സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കുക, ഫർള് ജമാഅത്തായിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക. പെണ്ണുങ്ങളോ നിസ്കാരം പൂർണ്ണമായിട്ട് വീട്ടിൽ നിന്ന് നടത്തുക. അത് വീടിന്റെ ഒരു ഐശ്വര്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ എളാമയുടെ ഉമ്മാന്റെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കാൻ പോയപ്പോഴുണ്ടായ ഒരു രംഗം നമ്മൾക്ക് വിശദീകരിച്ചു തരുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ സയ്യിദാണല്ലോ, തങ്ങളുട്ടിയാണല്ലോ. തന്റെ എളാമയാണ്, ഉമ്മാന്റെ സഹോദരിയാണ് മൈമൂന റളിയല്ലാഹു അൻഹാ. മൈമൂന ബീവി പ്രവാചകരുടെ ഭാര്യയാണ്. എളാമയായ ഉമ്മാന്റെ സഹോദരിയായ മൈമൂന റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഒരിക്കൽ കൂടാൻ പോവാണ്.
പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അല്ലെ, ഉമ്മാന്റെ ഏട്ടത്തിന്റെ അഞ്ചത്തിന്റെ മക്കളൊക്കെ കൂടാൻ വരും വീട്ടിക്ക്, ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ നിൽക്കും. പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതൊക്കെ പോയി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ഇങ്ങനെ കൂടാൻ പോയതാണ്. അപ്പൊ ആ വീട്ടിൽ കണ്ട രംഗം മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. وكان النبي صلى الله عليه وسلم عندها في ليلتها. അന്നത്തെ രാത്രി റസൂലുള്ളാഹി തങ്ങൾ മൈമൂന ബീവിയുടെ വീട്ടിലായിരുന്നു. നബി തങ്ങൾ ഒന്നാ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ടോ ഫസല്ലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇശാ, റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിൽ പോയിട്ട് ഇശാ നിസ്കരിച്ചു. സുമ്മ ജാഅ ഇലാ മൻസിലിഹി, ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഫസല്ലാ 4 റക്അത്ത്, നബി തങ്ങൾ ഇശാഇന്റെ ശേഷമുള്ള 4 റക്അത്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണ്. 4 റക്അത്ത് നിസ്കരിച്ചു. ആരാ ഇത് പറയണെന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കൂടാൻ ചെന്ന ചെറിയ കുട്ടി ഇത് കാണുകയാണ്. നബി തങ്ങൾ നിസ്കരിക്കണത്, ഇളയമ നിസ്കരിക്കണത്, ഇളയമയുടെ ഭർത്താവ് നിസ്കരിക്കുന്നത് കാണുന്നു. മഹാനവറുകൾ പറയാ, നബി തങ്ങൾ ഇശാ നിസ്കരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 4 റക്അത്ത് നിസ്കരിച്ചു. സുമ്മ നാമ, പിന്നെ നബി തങ്ങൾ ഉറങ്ങി. പിന്നെ കുറച്ചേരം ഉറങ്ങി. തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ഉറങ്ങണല്ലോ, ഉറക്ക് നടക്കണല്ലോ. നബി തങ്ങൾ ഉറങ്ങി. സുമ്മ ഖാം, കുറച്ച് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ ഭാര്യയായ മൈമൂന ബീവിയോട് ചോദിക്കുന്നു, നാമൽ ഗുലൈം, കുഞ്ഞു മോൻ ഉറങ്ങിയോ? നമ്മുടെ കുഞ്ഞു കുട്ടി ഉറങ്ങിയിട്ടുണ്ടോ? ചെറിയ കുഞ്ഞ് എന്നുള്ളതിനാണ് അറബിയിൽ അങ്ങനെ പറയാം. തസ്ഗീറിന്റെ വചനമാണത്. ഗുലാം എന്നുള്ളതിന്റെ തസ്ഗീറാണ് ഗുലൈം, കുഞ്ഞുകുട്ടി എന്നർത്ഥം. നമ്മുടെ കൊച്ചുകുട്ടി ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബ്ബാസ് റളിയല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഇവരുടെ ഇബാദത്ത് കണ്ട് ഒരു ഗോൾഡൻ ചാൻസ് അല്ലേ, സുവർണാവസരല്ലേ, ആ ഇബാദത്ത് കണ്ടിരിക്കുകയാണ്. ഉറങ്ങിയിട്ടില്ല, ഉറങ്ങിയതുപോലെ കിടന്നു. ഈ കുട്ടിയുടെ ഉറക്ക് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് നബി തങ്ങൾ മെല്ലെ എഴുന്നേറ്റു. വുളൂ ചെയ്ത് തന്റെ ഭാര്യയായ മൈമൂന ബീവിയും വുളൂ ചെയ്ത് 2 പേരും നിസ്കാരത്തിന് ഒരുങ്ങാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉറങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. സുമ്മ ഖാമ, തങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാ. ഇബ്നു അബ്ബാസ് തങ്ങൾ മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഇടത് ഭാഗത്ത് വന്ന് നിന്നിട്ട് കൈകെട്ടുകയാണ്. ഇടത്ത് വന്നിട്ട് കൈയ്യട്ടി. നബി തങ്ങളുടെ പിന്നാലെ നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പിടിച്ചിട്ട് മെല്ലെ തന്റെ ബാക്കിൽ കൊണ്ടുവന്ന് നിർത്തി. നേരെ ബാക്കിൽ നിർത്തി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ബാക്കിൽ നിന്നില്ല, കുറച്ചുകൂടെ മാറിയിട്ട് വലതു ഭാഗത്തേക്ക് നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ഇബ്നു അബ്ബാസ്, നിങ്ങളെ ഞാൻ എന്റെ നേരെ പിന്നിൽ നിർത്തിയതല്ലേ, എന്തേ വലത്തോട്ട് വന്നത്? നേരെ പിന്നിലല്ലേ ഞാൻ നിങ്ങളെ നിർത്തിയത്, എന്തേ തെറ്റിയിട്ട് വലത്തോട്ട് വന്നത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ നേരെ പിന്നിൽ നിൽക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല നബിയേ. ഞാൻ അങ്ങയോളമില്ലല്ലോ, അങ്ങയുടെ മഹത്വത്തിന്റെ 100-1 പോലും എനിക്കില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങയുടെ പിന്നിൽ നിൽക്കുക? അതിന് മനസ്സ് വരാത്തത് കൊണ്ട് ഞാൻ വലത്തോട്ട് മാറി നിന്നതെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ, അല്ലാഹുവേ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം ഈ കുട്ടിക്ക് നീ പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ദുആ ചെയ്തു. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ റഈസുൽ മുഫസ്സിരീനായി, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഹെഡായി, നേതാവായി. തന്റെ മാതൃ സഹോദരിയുടെ വീട്ടിൽ കൂടാൻ പോയ അനുഭവം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ വിശദീകരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ഒരു കുട്ടി കൂടാൻ വന്നാൽ പിന്നീട് വീട്ടിൽ പോയിട്ട് എന്തേ കാര്യം പറഞ്ഞു കൊടുക്കണുണ്ടാവുക?
നമ്മളെ ജ്യേഷ്ഠന്റെ മോൻ അല്ലെ അനിയന്റെ മോൻ അനുജത്തിയുടെയോ ജ്യേഷ്ഠത്തിയുടെയോ അല്ലെങ്കിൽ അമ്മാവും ആങ്ങളമാരുടെയോ ഒക്കെ മക്കൾ വീട്ടിൽ കൂടാൻ വന്നോന്ന് വിചാരിക്കുക. പിറ്റേന്ന് വീട്ടിൽ പോയിട്ട് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഞാൻ അവിടെ എത്തിയപ്പുണ്ട് മൂത്തമ്മന്റെ കയ്യിൽ റിമോട്ട്, സ്കരിക്കണ നേരത്തെ ഒന്ന് മേശമേൽ വെച്ചിട്ടുണ്ട്, സ്കാരം വീട്ടിയപ്പോ പിന്നെ അതെടുത്ത് അയിമ തന്നെ ആയിരുന്നു, എപ്പോഴാ ഉറങ്ങിയത്, എപ്പോഴാ TV ഓഫ് ആക്കിയത് എനിക്കറിയില്ല. എങ്ങനെയൊക്കെ നമ്മളെ കുറിച്ച് പറയാ. അങ്ങനെ ആവരുത്. മക്കൾക്ക് നമ്മൾ മാതൃകയാവണം. നമ്മുടെ നിസ്കാരം, നമ്മുടെ മറ്റു കർമ്മങ്ങളൊക്കെ മക്കൾ കാണണം. അത് മക്കൾക്ക് ജീവിതത്തിൽ പകർത്താൻ ഉതകുന്നതാവണം. നമ്മൾ നന്നാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു വീട്ടിലെ ദീനി രംഗം ഒരു കുട്ടിയെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഈ ഒരു പ്രസ്താവനയിലൂടെ നമ്മൾക്ക് ബോധ്യപ്പെടുമല്ലോ. ഇനി നമ്മൾക്ക് ചില മഹാന്മാരുടെ വീടുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. മഹാനായ മുആവിയത്ത് ബിൻ ഖുർറാ റളിയല്ലാഹു അൻഹു, മുആവിയത്ത് ബിൻ ഖുർറാ റളിയല്ലാഹു അൻഹു തന്റെ ബാപ്പയെ കുറിച്ച് പറയുകയാണ്. മകൻ ബാപ്പയെ കുറിച്ച് പറയുകയാ. അന്ന അബാഹു കാന യഖൂലു ലിബനി. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, എന്റെ ബാപ്പ രാത്രി മക്കളോട് പറയുമായിരുന്നു, യഖൂലു ലിബനീഹി ഇദാ സ്വല്ലൗൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ബാപ്പ മക്കളോട് പറയുമായിരുന്നു, മക്കളെ നാമൂ, പെട്ടെന്നുറങ്ങണം, പെട്ടെന്നുറങ്ങണം, ലഅല്ലല്ലാഹ അൻ യർസുഖകും മിനൽ ലൈലി ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് രാത്രിയിൽ ഖൈർ നൽകിയേക്കാം. ബാപ്പ മക്കളോട് പറയുകയാ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്നുറങ്ങണം. അത് സുന്നത്താണ്, അത് സുന്നത്താണ്. ഇശാവും കഴിഞ്ഞിട്ട് വെറുതെ അങ്ങാടിയിൽ വർത്താനം പറഞ്ഞിരിക്കുക എന്നുള്ളത് കറാഹത്താണ്, ശരിയല്ല. വെറുതെ വർത്താനം പറഞ്ഞിരിക്കരുത്. വയലാണോ കുഴപ്പമില്ല, ഇക്രിന്റെ സദസ്സാണോ കുഴപ്പമില്ല, ഭാര്യയായിട്ട് വർത്താനം പറയാണോ അതും കുഴപ്പമില്ല. ഇതൊന്നുമല്ലാത്ത വേറെന്തെങ്കിലും വർത്താനങ്ങൾ, എന്തെങ്കിലും രാഷ്ട്രീയ ചർച്ചകൾ, അതൊന്നും ഇശാന്റെ ശേഷം നടക്കരുത്. ഇശാ നിസ്കരിച്ചാൽ വേഗം ഉറങ്ങണം, പെട്ടെന്നുറങ്ങണം. മക്കളോട് മഹാനായ ഖുർറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, യാ ബനിയ നാമൂ, മക്കളെ പെട്ടെന്നുറങ്ങണേ, ലഅല്ലല്ലാഹ അൻ യർസുഖകും മിനൽ ലൈലി ഖൈറാ, അല്ലാഹു ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഖൈർ തന്നേക്കാം. എന്താ ഖൈർ? തഹജ്ജുദ് നിസ്കാരാണ്. പെട്ടെന്നുറങ്ങിയാലല്ലേ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. വൈകി ഉറങ്ങുന്നവർ എങ്ങനെ എഴുന്നേൽക്കും തഹജ്ജുദിന്? രാത്രി ആദരിക്കപ്പെടേണ്ട സമയമാണ്, രാത്രി ബഹുമാനിക്കപ്പെടേണ്ട സമയമാ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. രാത്രിയുടെ ഓരോ നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു കഴിയും തോറും രാത്രിക്ക് മഹത്വം കൂടിക്കൂടി വരികയാണ്. ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴും മഹത്വം കൂടാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം പോലല്ല ഇശാ കഴിഞ്ഞാലുള്ള സമയം, ഇശാ കഴിഞ്ഞ ഉടനെയുള്ള സമയം പോലല്ല രാത്രി ഒരു 11-12 മണി സമയം, അതുമാതിരിയല്ല പിന്നെ 1 മണി 2 മണി മുതലുള്ള സമയം, അതേപോലെയല്ല 3-4 മണിക്കുള്ള ആ ഒരു നേരം. കഴിയും തോറും രാത്രിക്ക് മഹത്വം കൂടി വരികയാണ്. അതുകൊണ്ടാ മഹാന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ നേരത്തെ എഴുന്നേറ്റ് അല്ലാഹുവിനോട് പാപമോചനം തേടുന്നവരാണ് സ്വാലിഹീങ്ങൾ. അത്താഴ നേരത്തെ എഴുന്നേൽക്കും. സുബ്ഹിന്റെ ഏകദേശം 1 മണിക്കൂർ മുമ്പുള്ള സമയം, അതാണ് അത്താഴ നേരം എന്ന് പറയുന്നത്. ആ നേരം അല്ലാഹു മനുഷ്യർക്ക് വല്ലാതെ കരുണ ചെയ്യുന്ന നേരാണ്, വല്ലാതെ കരുണ ചെയ്യുന്ന നേരം. ആ നേരത്തെ എഴുന്നേൽക്കുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദ്വാരക്കുക, മനസ്സറിഞ്ഞ് ദ്വാരക്കുക.
മനസ്സറിഞ്ഞ് ദ്വാരക്കുക. യുദ്ധത്തിന് പോകുമ്പോ, ശത്രുക്കളുമായി യുദ്ധത്തിന് പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലേന്ന് രാത്രിയിൽ എല്ലാവരും ടെന്റ് കെട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് ടെന്റുകൾ കടുത്തോടെ നടന്നു നോക്കുമായിരുന്നു. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യുന്ന സ്വഹാബികളുടെ ശബ്ദം കേട്ടാൽ ഹബീബ് പറയുമായിരുന്നു, ഇവിടെ നിന്നാണ് നമ്മൾക്ക് നാളെ വിജയം വരാനുള്ളത്. നമ്മൾ നാളെ ജയിക്കുന്നുവെങ്കിൽ അത് ഈ പ്രാർത്ഥനയുടെ ഫലമാണ്, ഈ ദുആഇന്റെ ഇജാബത്താണ്. നമ്മൾക്കുല്ലേ പ്രയാസങ്ങൾ, നമ്മൾക്കുല്ലേ പ്രശ്നങ്ങൾ. ആ പ്രശ്നം തീരാൻ എന്ത് വേണം? അത്താഴ നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ ദുആ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? രാത്രി വേഗം ഉറങ്ങണം. രാത്രി പെട്ടെന്ന് ഉറങ്ങണം. രാത്രി പെട്ടെന്ന് ഉറങ്ങണം. ഒന്നുകൂടെ പറയട്ടെ, രാത്രി ഒരു 11 മണിക്ക് ശേഷമുള്ള ഉറക്കും ആ 11 മണിയുടെ മുമ്പുള്ള ഉറക്കും തമ്മിൽ വരെ വ്യത്യാസമുണ്ട്. നമ്മുടെ ശാരീരിക ഘടനയെ ഉറക്കുകളും ബാധിക്കുന്നത് 2 രൂപത്തിലാണ്. 11 മണിക്ക് മുമ്പ് 1 മണിക്കൂർ ഉറങ്ങണത് 11 മണിക്ക് ശേഷം 2 മണിക്കൂർ ഉറങ്ങുന്നതിന് സമാണെന്നാണ്. 11 മണിക്ക് ശേഷം 2 മണിക്കൂർ ഉറങ്ങിയാൽ എന്തൊരു വിശ്രമമാണോ നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് കിട്ടുന്നത്, ആ വിശ്രമം 11 മണിയുടെ മുമ്പ് 1 മണിക്കൂർ ഉറങ്ങിയാൽ കിട്ടും. 1 മണിക്കൂർ ഉറങ്ങിയാൽ അപ്പൊ പെട്ടെന്ന് ഉറങ്ങണം. ഇന്ന് ടർഫുകളൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ? രാത്രി വൈകിയും ടർഫുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ മക്കളാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മക്കളാണ്. അവിടെ മുസ്ലിങ്ങൾ ഉണ്ടാവില്ല, അവര് പെട്ടെന്ന് കിടന്നുറങ്ങും. അവരുടേതായ വിശ്വാസങ്ങൾ അവർക്കുണ്ട്. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക, അതിനൊക്കെ ചില പ്രത്യേക ടേമുകൾ ഉണ്ട് അവർക്ക്. ആ സമയത്ത് എഴുന്നേറ്റിട്ട് പൂജാമുറിയിൽ കയറിയിട്ട് പൂജ നടത്തുക എന്നുള്ളത് ഇതര മതാനുയായികളുടെ ജീവിത ചിട്ടയാണ്. അവരങ്ങനെ പതിവാക്കും, അതിന് വേഗം കിടന്നുറങ്ങും. നമുക്കതുമില്ല. നമ്മൾ രാത്രി വൈകുവോളം കളിക്കും, സുബഹിന് തൊട്ട് മുമ്പ് കിടന്നുറങ്ങും. സുബഹിയില്ല, വേറൊന്നുമില്ല, എന്നിട്ടല്ല തഹജ്ജുദ്. അങ്ങനെ ആവാൻ പാടില്ല. രാത്രി പെട്ടെന്ന് ഉറങ്ങണം. മക്കളെ പെട്ടെന്ന് ഉറക്കണം. എന്റെ കുട്ടി എന്റെ കൂടെ ഉറങ്ങുള്ളൂ നോക്ക നമ്മൾ ചിലര് ഇല്ലേ, വലിയ അഭിമാനത്തോടെ പറയും. അങ്ങനെയല്ല വേണ്ടേ. മക്കളെയൊക്കെ പെട്ടെന്ന് കിടത്തി ഉറക്കണം, പെട്ടെന്ന് ഉറക്കണം. മഹാനായ മുആവിയത്ത് ബിൻ ഖുർറാ റളിയല്ലാഹു അൻഹു മക്കളോട് പറയുന്നു, യാ ബനിയ നാമൂ, മക്കളെ പെട്ടെന്ന് ഉറങ്ങണേ. ലഅല്ലല്ലാഹ അയർസുഖകും മിനൽ ലൈലി ഖൈറാ, അല്ലാഹു രാത്രിയിൽ നിങ്ങൾക്ക് ഖൈർ തന്നേക്കാം. തഹജ്ജുദിന് അവസരം കിട്ടണം, മക്കളെ വേഗം ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞ് മക്കളെ പെട്ടെന്ന് ഉറക്കുമായിരുന്നു മുആവിയത്ത് ബിൻ ഖുർറാ റളിയല്ലാഹു അൻഹു. ബാപ്പയെ കണ്ട് മക്കള് പഠിക്കുകയാണ്. മക്കളിലൂടെ അവരുടെ മക്കൾക്ക് ദീനീ ബോധം ലഭ്യമാവുകയാണ്. ഭാര്യയെ കണ്ടിട്ട് ഭർത്താവ് പഠിക്കുന്നു, ഭർത്താവിനെ കണ്ടിട്ട് ഭാര്യ പഠിക്കുന്നു. മഹാന്മാരുടെ ഗൃഹാന്തരീക്ഷങ്ങൾ ഇങ്ങനെയാണ്. ഓരോരുത്തരും മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഓരോരുത്തരും. മഹാനായ ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹു തന്റെ മകൾ ബാപ്പയോട് ചോദിക്കുന്നു, ബാപ്പാ എന്തേ നിങ്ങൾ ഉറങ്ങാത്തത്? അറന്നാസ യനാമൂൻ, ആളുകളൊക്കെ ഉറങ്ങുകയാണല്ലോ. വലാ അറാക തനാം, നിങ്ങൾ എന്തേ ബാപ്പയെ ഉറങ്ങാത്തത്? മനുഷ്യന്മാരൊക്കെ ഉറങ്ങാണ്, നിങ്ങൾ ഉറങ്ങണില്ലല്ലോ. പിഞ്ച കുഞ്ഞ് ബാപ്പയോട് ചോദിക്കുന്നു, ഉപ്പ നിങ്ങൾ എന്തേ ഉറങ്ങാത്തത്? ഉപ്പ മറുപടി കൊടുക്കുകയാണ്. ആമിർ ഇബ്നു അബ്ദ് ഖൈസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മറുപടി കൊടുക്കുകയാ, ഇന്ന ദിക്റ ജഹന്നമ ലാ യദഉനി അനാം, ജഹന്നമിനെ കുറിച്ചുള്ള ഓർമ്മ രാത്രി ഒരുപോലെ കണ്ണടക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. ജഹന്നമനെ കുറിച്ച് ഓർത്തിട്ട് മോളെ ബാപ്പാക്കുറക്കം വരുന്നില്ല. ഈ മറുപടി കേൾക്കുമ്പോ ആ ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകൾ വരും എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ചിന്ത വരും?
നരകത്തെക്കുറിച്ച്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഉറക്കൊഴിക്കണം എന്നതിനെ കുറിച്ച് ഇല്ലേ? ആ ബാപ്പനെ കുറിച്ച് എന്റെ കുട്ടിക്കുള്ള ഒരു കൺസെപ്റ്റ് എന്തായിരിക്കും? നമ്മുടെ മക്കളോ, അപ്പൊ നിങ്ങൾ എന്താ ഉറങ്ങാത്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 12 കേടാ, എന്റെ സീരിയലിന്റെ എത്രാമത്തെ ഭാഗം കൂടി ഉണ്ട്, അതും കൂടി കണ്ടിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. നമുക്ക് അങ്ങനെയല്ല പറയാണ്ടാവുക. ആ മക്കൾക്ക് പിന്നെ നമ്മളോട് എന്ത് ബഹുമാനം ഉണ്ടാവും? നമ്മളോട് എന്ത് ആദരവുണ്ടാവും? ബാപ്പയെ കണ്ടിട്ട് മക്കള് പഠിക്കുകയാണ്. മഹാന്മാരുടെ വീടുകളിൽ അങ്ങനെയാണ്. ഒരു സ്വാലിഹായ മനുഷ്യന്റെ മക്കൾ സ്വാലിഹീങ്ങളായി വളർന്നു വരുന്നുണ്ടെങ്കിൽ അവർക്ക് മാതൃകയാകുന്ന ഒരു സ്വന്തം ഉപ്പയാണ്, ഉമ്മയാ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, കാന അബീ യഖറഉ കുല്ല യൗമിൻ സുബ്ആ. എൻ്റെ ഉപ്പ ഓരോ ദിവസവും 7 ജുസ് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. എന്റെ ഉപ്പ ഓരോ ദിവസവും 7 ജുസ് പാരായണം ചെയ്യുമായിരുന്നു. വകാന യനാമു നൗമതൻ ഖഫീഫതൻ ബഅദൽ ഇശാ. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ വളരെ ചെറിയ രൂപത്തിൽ എന്റെ ഉപ്പ ഒന്നുറങ്ങും, കുറച്ചൊന്നുറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞാൽ സുമ്മ യഖൂമു ഇലസ്സബാഹി യുസല്ലി വയദ്ഉ. പ്രഭാതോദയം വരെ എന്റെ ഉപ്പ നിസ്കാരത്തിലാണ്, എന്റെ ഉപ്പ പ്രാർത്ഥനയിലാണ്. വീടുകളിൽ നിസ്കാരമാണ്, വീടുകളിൽ പ്രാർത്ഥനയാ. രാത്രിയുടെ ഓരോ നിമിഷങ്ങളും ധന്യമായ രൂപത്തിലാണ് മഹാന്മാരുടെ വീടുകളിലൊക്കെ കടന്നു പോകുന്നത്. കുടുംബക്കാരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. ആ നിസ്കാരത്താൽ ഉണ്ടാകുന്ന ഇടങ്ങേറുകൾ സഹിക്കുകയും വേണം. എല്ലാവർക്കും നിസ്കാരം, വീട്ടിലെല്ലാരും നിസ്കാരം, എല്ലാരും ദ്വാരക്കുക. എന്തൊരു ഐശ്വര്യപൂർണമായിരിക്കും ആ വീട്. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്നു മഹാനായ മസ്റൂഖ് റളിയല്ലാഹു അൻഹു. മസ്റൂഖ് തങ്ങളുടെ ഭാര്യ പറയുകയാ, കാന മസ്റൂഖുൻ യുസല്ലി. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മസ്റൂഖ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ നിസ്കരിക്കുമായിരുന്നു. ഹത്താ തവർറമ ഖദമാ. നിസ്കരിച്ച് ഭർത്താവിന്റെ 2 കാലുകളും നീർ കെട്ടി വീർത്തു പോകാറുണ്ടായിരുന്നു. 2 കാലും നീര് വന്നിട്ട് വണ്ണം വെക്കുമായിരുന്നു. ഫറുബ്ബമാ ജലസ്തു അബ്കി മാ അറാഹു യസ്നഉ. എന്റെ ഭർത്താവ് ഇടങ്ങേറാകുന്നത് കണ്ടിട്ട് പലപ്പോഴും ഞാൻ ഇരുന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ഭാര്യ പറയാ, ഭർത്താവിന്റെ സ്വഭാവം ഭാര്യ പഠിക്കുന്നു. ഇങ്ങനെ ഒരു സഹകരണ മനോഭാവം നോക്കൂ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അതിഥിയായി പോയി ഉസ്മാനുൻ നഹ്ദി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അബൂ ഹുറൈറ തങ്ങളുടെ വീട്ടിലെ ഒരു രാത്രിയെ നമ്മൾക്ക് വർണ്ണിച്ചു തരുകയാണ്. മഹാനവറുകൾ പറയുകയാണ്, കാന ഹുവ വസൗജുഹു വസൗജതുഹു വഖാദിമുഹു യഖ്തസിമൂന അൽ-ലൈല അസ്ലാസ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ, വീട്ടിലെ ജോലിക്കാരൻ 3 പേരും രാത്രിയെ 3ആയി ഭാഗിക്കുമായിരുന്നു. രാത്രിയെ 3ആക്കും. ആദ്യത്തെ 3-1 അബൂ ഹുറൈറ തങ്ങൾ നിസ്കരിക്കും. രണ്ടാമത്തെ 3-1 മഹാനവറുകളുടെ ഭാര്യ നിസ്കരിക്കും. അവസാനത്തെ 3-1 മഹാനവറുകളുടെ ഖാദിമ നിസ്കാരത്തിൽ മുഴുകും. അള്ളാഹുവിന്റെ നോട്ടം ആ വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം അവിടെ നിസ്കാരമാണ്, അവിടെ നിരന്തരമായ പ്രാർത്ഥനയാണ്. വീടുകൾക്ക് ഐശ്വര്യം ഈ നിസ്കാരാണ്. അതുകൊണ്ട് വീട്ടിൽ നിസ്കാരം ഉണ്ടാവണം. പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരം ഉണ്ടാവണം. മറ്റുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്യണതാണ്. തഹജ്ജുദ് നിസ്കാരം വീട്ടിലുണ്ടാവണം. ഒരാൾ തഹജ്ജുദ് പതിവാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഗുണങ്ങളെ കുറിച്ച് പരിശുദ്ധ റസൂൽ വിശദീകരിക്കുന്നത് കാണാം. അലൈക്കും ബിഖിയാമിൽ ലൈൽ. നിങ്ങൾ രാത്രിയിൽ പതിവായി നിസ്കരിക്കണേ, തഹജ്ജുദ് കൃത്യമായി നിസ്കരിക്കണേ. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീൻ. അത് സ്വാലിഹീങ്ങളുടെ ജീവിത ചിട്ടയാണ്.
സ്വാലിഹീങ്ങളുടെ പതിവാണത്. വഹുവ ദഅബുസ് സ്വാലിഹീന ഖബ്ലകും വഹുവ ഖുർബും മിനല്ലാഹി അസ്സ വജല്ല. ഒരു മനുഷ്യന് അല്ലാഹുവിനോട് വല്ലാതെ അടുക്കാൻ പറ്റുന്ന നേരമാകുന്നു അത്. തിന്മകളെ പൊറുപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാകുന്നു അത്. കുറ്റങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ, തെമ്മാടിത്തങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ഏറ്റവും നല്ല ഒരു മാർഗം തഹജ്ജുദ് നിസ്കാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറ്റങ്ങൾ ഞാൻ എത്ര വിചാരിച്ചിട്ട് ഒഴിവാണില്ല ഉസ്താദേ, അങ്ങനെയൊക്കെ പരാതി പറഞ്ഞ ആൾക്കാരുണ്ട്. എത്ര വിചാരിച്ചാലും എനിക്ക് മാറാൻ കഴിയണില്ല. മാറണോ? മരുന്നാണ് തഹജ്ജുദ് നിസ്കരിക്കുക. മൻഹാത്തുൻ അനിൽ ഇസ്മി, കുറ്റങ്ങളെ തൊട്ട് ഈ നിസ്കാരം അവനെ തടയും. കുറ്റങ്ങളിൽ നിന്ന് തടസ്സമായി വരും തഹജ്ജുദ് നിസ്കാരം. മാത്രമല്ല ശാരീരികമായ സർവരോഗങ്ങൾക്കും മരുന്നാണ് തഹജ്ജുദ് നിസ്കാരമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗങ്ങൾക്ക് മരുന്നാണ് തഹജ്ജുദ്. രോഗങ്ങൾക്ക് മരുന്നാണ്. കാലിന് മുട്ടുവേദനയായിട്ട് ഇടങ്ങാറാകുന്ന മനുഷ്യന്മാർ അല്ലേ, ഊരവേദന കൊണ്ട് പുളയുന്ന ആളുകൾ, മാരകമായ അസുഖം ബാധിച്ച് ഇടങ്ങേറായി കഴിയുന്ന ആളുകൾ, എല്ലാവർക്കും ഹബീബ് കൊടുക്കുന്ന മരുന്നാണ് അലൈക്കും ബിഖിയാമിൽ ലൈൽ. രാത്രി നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രോഗം മാറിക്കിട്ടാൻ തഹജ്ജുദ് ശിഫയാണ്, ഔഷധമാണ്. എന്തെല്ലാം രോഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. കൊറോണ ലോകത്തെ ഇന്ന് വല്ലാതെ ഭീതിപ്പെടുത്തിയ ഒരു അസുഖമാണ് കൊറോണ. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. 60,000-ലധികം ആളുകൾക്ക് കൊറോണ ബാധിച്ചു. കേരളത്തിലടക്കം 3000-ഓളം ആളുകൾ നിരീക്ഷണത്തിലാണ്. 3000-ഓളം ആളുകൾ. അള്ളാഹു നമ്മുടെ നാടുകളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. രോഗം ബാധിച്ച മനുഷ്യൻ മരിച്ചു വീഴല്ലേ. വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ബാധിച്ച ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിലും ഓന്റെ അടുത്തേക്ക് അടുക്കാൻ ബാക്കിയുള്ളവർക്ക് ഭയം, പേടി, തൊടാൻ പേടിയാണ്. നിപ്പ രോഗം വന്നു, മനുഷ്യർക്കൊന്ന് കൈയൊടുക്കാൻ വരെ പേടിയാ. സലാം പറഞ്ഞിട്ട് കൈയൊടുക്കാൻ ഭയം. നമ്മുടെ മുന്നൊന്ന് ഒരാളൊന്ന് കുരച്ചാൽ, ഒന്ന് തുമ്മിയാൽ പേടി അല്ലേ. ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുകയാണ്. ഒരുപാട് രോഗങ്ങൾ, പരിചയമില്ലാത്ത രോഗങ്ങൾ. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കാസർഗോഡ് ഒരു സ്നേഹിതൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. അയൽപക്കത്ത് ചെന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാ ഒരു സൗഹൃദ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ശബ്ദം ഒന്ന് ഇടറി. അണ്ണാക്കിൽ എന്തോ ഒന്ന് കുടുങ്ങിയതുപോലെ. ശബ്ദം ക്ലിയർ ആകണില്ല. വേദന പോലെ തോന്നി. പിറ്റേന്ന് പോയി ഡോക്ടറെ അടുത്തേക്ക്. വിദഗ്ധമായ പരിശോധനകൾ നടത്തി, ഒരുപാട് ടെസ്റ്റുകൾ നടത്തി. അവസാനം ഡോക്ടർ പറഞ്ഞു സംഗതി ക്യാൻസറാണ്. ഒന്നുമില്ല, സാധാരണ പോലെ ഗൾഫിൽ നിന്ന് വന്ന് തൊട്ടയൽപക്കത്ത് വീട്ടിൽ ചെന്ന് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്നാണ് അണ്ണാക്കിൽ എന്തോ ഒന്ന് തടയുന്നത് പോലെ തോന്നിയത്. പിറ്റേന്ന് ചെന്ന് പരിശോധനകൾ നടത്തിയപ്പോൾ വിവരം കിട്ടി ക്യാൻസറാണ്. കീമോ ചെയ്തു, സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നും കാണും ആ സുഹൃത്തിനെ. മഹാനായ മാലിക്കുദ്ദീനാർ തങ്ങളുടെ സവിധത്തിൽ വന്ന്, തലങ്കരയിൽ മാലിക്കുദ്ദീനാർ തങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് ദ്വാരക്കണത് അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാവട്ടെ. ഇങ്ങനെ രോഗബാധിതരായ ആളുകൾ എത്ര, എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം അസുഖങ്ങൾ. ആ രോഗങ്ങൾക്കൊക്കെ മരുന്നാണ് തഹജ്ജുദ് നിസ്കാരം. ശരീരത്തിൽ നിന്നൊരു മനുഷ്യന്റെ ബോഡിയിൽ നിന്ന് രോഗങ്ങളെ തട്ടിക്കളയുന്ന ഏറ്റവും ഉത്തമമായ ഇബാദത്താണ് തഹജ്ജുദ് നിസ്കാരം. അതുകൊണ്ട് രാത്രി പെട്ടെന്ന് ഉറങ്ങുക. സുബഹിയുടെ അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് പടച്ചവനോടൊന്ന് ദ്വാരക്കുക. വീട്ടിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി വീട്ടിൽ ഒരാൾ മാത്രം ഇത് ചെയ്താലും പോരാ. ഒരാൾ മാത്രം ചെയ്താൽ പോരാ. ഭർത്താവ് കൃത്യമായി ചെയ്യുന്നുണ്ട്, അത് പോരാ. ഭാര്യ കൃത്യമായി ചെയ്യുന്നുണ്ട്, അതും പോരാ.
ഈ വിഷയത്തിൽ ഒരു സഹകരണം ഉണ്ടാവണം. ഒരു സഹകരണം. ചിലവരുണ്ടാവും നമ്മൾ കൃത്യമായിട്ട് പള്ളിയിലാണ്, ഓത്തും ദിക്റുമായിട്ട് പള്ളി തന്നെ തസ്ബീഹ്മാല നിലത്ത് വെക്കാറേ ഇല്ല. എന്നാ വീട്ടിലോ നല്ല കേബിൾ കണക്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഭാര്യയും മക്കളും അതിന്റെ മുന്നേ തന്നെയാണ്, ഒരു എണീച്ചു പോകാറുമില്ല. നമ്മളല്ല സംസം വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, മറ്റവർക്ക് വിഷവെള്ളം കുടിക്കാനും കൊടുക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ല ഉണ്ടാവേണ്ടത്. ഒരു കോപ്പറേഷൻ വേണം, സഹകരണ മനോഭാവം വേണം. മഹാനായ സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം, വിശുദ്ധ ഖുർആനിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യാ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കുടുംബത്തോട് നിസ്കരിക്കാൻ ആജ്ഞാപിക്കുന്നവരായിരുന്നു. കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നവരായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സ്വന്തം ശരീരം നരകത്തെ തൊട്ട് കാക്കണം. സ്വന്തം ശരീരം മാത്രമല്ല, തന്റെ കുടുംബക്കാരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ബോധം നമ്മൾക്കുണ്ടാവണം. അവരെയും നിസ്കരിപ്പിക്കണം. നമ്മൾ മാത്രം ചെയ്താൽ പോരാ. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഹിമല്ലാഹു റജുലാ ഖാമ മിനൽ ലൈലി ഫസ്വല്ലാ. ഒരു മനുഷ്യൻ അല്ലാഹു കരുണ ചെയ്യട്ടെ, അദ്ദേഹം രാത്രി എഴുന്നേൽക്കുന്നു, എന്നിട്ട് നിസ്കാരം നിർവഹിക്കുന്നു. വഅയ്ഖല ഇംറഅതഹു, തന്റെ ഭാര്യയെ ഉണർത്തുകയും ചെയ്യുന്നു. ഇവൻ നിസ്കരിക്കും, ഭാര്യയെ ഉണർത്തും. ഭാര്യ നിസ്കരിക്കാൻ വിസമ്മതിച്ചാൽ ആ ഭാര്യയുടെ മുഖത്തേക്ക് ഇവൻ വെള്ളം കുടയും. വെള്ളം കുടഞ്ഞിട്ടെങ്കിലും ഭാര്യയുടെ ഉറക്കം കെടുത്തിയിട്ട് അവളെ എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കുന്ന മനുഷ്യൻ, അവൻ അല്ലാഹു കരുണ ചെയ്യട്ടെ. ആണുങ്ങൾക്ക് മാത്രല്ല, പെണ്ണുങ്ങൾക്കുണ്ട്. ഒരു പെണ്ണ്, അവൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, അവൾ തന്റെ ഭർത്താവിനെ ഉണർത്തുകയും ചെയ്യുന്നു. ഭർത്താവ് എഴുന്നേൽക്കാൻ വിസമ്മതിച്ചാൽ ഭർത്താവിന്റെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞിട്ട് അവനെ ഉറക്കം കെടുത്തുകയും അവനെയും എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കുകയും ചെയ്യുന്ന ഭാര്യ, അല്ലാഹു അവർക്ക് കരുണ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മാത്രം ചെയ്താൽ പോരാ, മറ്റുള്ളവരെയും ഇതിൽ പങ്കാളികളാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റാൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുമായിരുന്നു, ഖൂമി വഔതിരി യാ ആയിഷ. ആയിഷ എഴുന്നേൽക്ക്, ആയിഷ വിത്ർ നിസ്കരിക്ക്. ഭാര്യയെ ഉണർത്തുമായിരുന്നു, ഭാര്യയെ ഉപദേശിക്കുമായിരുന്നു, മകളെ ഉപദേശിക്കാറുണ്ടായിരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടുവാതിൽക്കലൂടെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ 6 മാസക്കാലം റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, അസ്സലാത്തു യാ അഹ്ലൽ ബൈത്ത്. വിട്ടാരേ, എണീക്കി നിസ്കരിക്കുക. 6 മാസക്കാലം. കല്യാണം കഴിഞ്ഞതിന്റെ ആദ്യ ഘട്ടങ്ങളാണല്ലോ, ഉറങ്ങിപ്പോകാൻ സാധ്യത ഉണ്ടല്ലോ. 6 മാസക്കാലം സ്വന്തം മകളെ രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോ നിസ്കാരത്തിന് വിളിച്ചുണർത്തുമായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാധനകളുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു മനോഭാവം നമ്മൾ സ്വീകരിക്കണം. മഹാനായ റയാഹ് ഇബ്നു അംറിൽ ഖൈസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം കല്യാണം കഴിക്കുകയാണ്. തന്റെ ഭാര്യയുടെ പേര് ദുആബ എന്നാണ്. മഹദി ദുആബ സ്വാലിഹത്തായ പെണ്ണാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന സഹോദരിയാണ്. റയാഹ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്റെ ഭാര്യയെ ഒന്ന് പരീക്ഷിക്കുകയാണ്. ഭാര്യയുടെ സ്വഭാവം ഒന്ന് പരിശോധിച്ചറിയാൻ തീരുമാനിക്കുകയാണ്. മഹാനവറുകൾ തന്റെ റൂമിലേക്ക് ചെന്നിട്ടങ്ങ് കിടന്നു, ഉറങ്ങിയതുപോലെ കിടന്നു.
ആദ്യ രാത്രിയാണ്, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി. റയാഹ് റളിയല്ലാഹു അൻഹു റൂമിൽ ചെന്നിട്ട് കിടന്നു. തന്റെ ഭാര്യ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നു. വുളൂ ചെയ്ത് നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. റയാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഉറക്കം നടിച്ച് കിടക്കുകയാ. ഭാര്യ രാത്രി 1/3 വരെ നിസ്കരിച്ചു, കുറെ നേരം നിസ്കരിച്ചു. നിസ്കരിച്ചതിന് ശേഷം ഭർത്താവിനെ വിളിക്കുന്നു, യാ റയാഹു ഖും, റയാഹേ എഴുന്നേൽക്കി, നിസ്കരിക്ക് റയാഹേ, കിടന്നുറങ്ങല്ലി റയാഹേ, നിസ്കരിക്കാൻ പറഞ്ഞു. മഹാനായ റയാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അഖൂമു, ഞാൻ എണീറ്റോളാം, കുറച്ചും കൂടി കിടക്കട്ടെ, ഞാൻ എണീക്കാന്ന് പറഞ്ഞു. ഭാര്യ വീണ്ടും നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. വീണ്ടും കുറെ നേരം നിസ്കരിച്ച് റയാഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, യാ റയാഹ് ഖും, യാ റയാഹ് ഫസല്ലി, റയാഹേ എഴുന്നേൽക്കി, നിസ്കരിക്കി. റയാഹ് തങ്ങൾ അപ്പോഴും പറഞ്ഞു, നഅം അഖൂം, എണീക്ക, കുറച്ചും കൂടി കഴിയട്ടെ, നല്ല ഉറക്കുണ്ട്, കുറച്ചും കൂടി കഴിയട്ടെ. ഉറങ്ങിയിട്ടില്ല, ഉറങ്ങിയതുപോലെ അഭിനയിക്കാണ്. സുബഹിയോടടുത്ത നേരം, സുബഹി ബാങ്ക് കൊടുക്കാനായ നേരം, മഹാനായ റയാഹ് തങ്ങളെ വീണ്ടും വിളിച്ചു തന്റെ പ്രിയപ്പെട്ട ഭാര്യ. അപ്പോഴും റയാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, കുറച്ചും കൂടെ കിടക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് എണീക്കാം. രാത്രി തീരെ നിസ്കരിച്ചില്ല. ഭാര്യയാകട്ടെ തീരെ ഉറങ്ങിയതുമില്ല. ഉറക്കം നടിച്ചങ്ങനെ കടന്നു ഭർത്താവായ റയാഹ് തങ്ങൾ. ഭാര്യ ഫുള്ള് നിസ്കരിച്ചു. സുബഹിയാവാൻ നേരവും തന്റെ ഭർത്താവ് എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടപ്പോ മഹാനായ റയാഹ് തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, യാ റയാഹ്, യാ ലൈത ശിഅരി മൻ ഗറനി ബിക യാ റയാഹ്, റയാഹേ, ആരാ നമ്മുടെ കല്യാണം ഉണ്ടാക്കിയത്? വല്ലാത്ത പെടലാണല്ലോ ഞാൻ പെട്ടത്. നിസ്കരിക്കാത്ത, രാത്രിയിൽ ഉറങ്ങുന്ന ഭർത്താവിനെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഭാര്യ പരിതപിക്കാണ്. മൻ ഗറനി ബിക യാ റയാഹ്, റയാഹേ, ഈ കൊടും ചതിയിലേക്ക് എന്നെ അകപ്പെടുത്തിയവൻ ആരാണ്? ഭർത്താവ് നിസ്കരിക്കാത്തതിൽ ഭാര്യക്ക് വിഷമം. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിലുള്ള ഒരു അനുഭവമാണിത്. നമ്മൾ ആലോചിച്ച് നോക്കി, വീട്ടിൽ കല്യാണം നടന്നാൽ നമുക്കന്ന് ളുഹറുണ്ടോ? ഒരു വീട്ടിലെ കല്യാണം നടക്കണമെങ്കിൽ ളുഹർ വേണ്ട, തലേന്ന് രാത്രി മുതൽ പറയാം. മഗ്രിബ് ഉണ്ടോ, ഇശാ ഉണ്ടോ, സുബ്ഹി ഉണ്ടോ? കല്യാണം തുടങ്ങിയ ആ മുഹൂർത്തത്തിൽ ളുഹറും അസ്റും എന്തായാലും ഇല്ല. മഗ്രിബ് ഇശാവും പിന്നെ ക്ഷീണത്തിലുമാണ്, അത് തീരെ ഇല്ല. പിറ്റേന്ന് സുബ്ഹി പിന്നെ ക്ഷീണത്തിൽ അങ്ങനെയും പോവും, അതുമില്ല. ഒരു പുരേ കല്യാണം നടക്കണമെങ്കിൽ എത്ര നിസ്കാര ഖളാ ആകണത്? ആർക്കാ ഇതിനെ കുറിച്ച് ആലോചന ഉള്ളത്? കല്യാണം കഴിക്കുന്ന കുട്ടിയാണെങ്കിലോ ഓള് മേക്കപ്പിലല്ലേ, പുതുനാട്ടിയാണ്, പുതുനാരി മേക്കപ്പിലാണ്. ഓക്ക് മുഖത്ത് വെള്ളം തൊടാൻ പറ്റൂല, കയ്യില് വെള്ളാകാൻ പറ്റൂല. തലേന്ന് മുതൽ ബ്യൂട്ടീഷ്യന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അവളുടെ ചലനം. ശരീരത്തിൽ വെള്ളം തട്ടാൻ പറ്റൂല, അവൾക്ക് വുളൂ ചെയ്യാനുള്ള വകുപ്പില്ല, അവൾ വുളൂ ചെയ്യൂല, നിസ്കാരമില്ല. തലേന്ന് മുതൽക്ക് നിസ്കാരമില്ല. കല്യാണത്തിന്റെ അന്ന് പകരിൽ ളുഹറും അസ്റും ഒന്നും ഏതായാലും ഇല്ല. നിസ്കരിക്കാതെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞിറങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്തുണ്ടാവാനാ? ഒരു സ്വാലിഹായ മക്കൾ, സ്വാലിഹീങ്ങളായ മക്കൾ നിന്റെ ഉദരത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാനാണ്? തുടക്കം നന്നാവണ്ടേ? തുടക്കം നന്നാവണ്ടേ? തുടക്കം നന്നായില്ലെങ്കിൽ പിന്നെ എന്ത്? ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ. അല്ലാഹുവിന്റെ ഹബീബിനോട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, തഖ്വയിൽ അസ്തിവാരമിടപ്പെട്ട പള്ളിയിലാണ് നബിയെ അങ്ങ് നിസ്കരിക്കാൻ പോകേണ്ടത്. തുടക്കം തഖ്വയിലാവണം. അങ്ങനത്തെ പള്ളിയിലാണ് നിസ്കരിക്കാൻ പോകേണ്ടത്. തുടക്കത്തിന് പ്രത്യേകത ഉണ്ട്. ആളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് അല്ലേ, വഴിത്തിരിവല്ലേ? അത് നിസ്കാരമൊന്നുമില്ലാതെയാണ് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എങ്കിൽ എങ്ങനെ ബർക്കത്തുണ്ടാവും? ആ ബന്ധത്തിൽ എങ്ങനെ ഉലച്ചിലില്ലാണ്ടിരിക്കും? ആ ബന്ധത്തിൽ ശൈഥില്യം വന്നില്ലെങ്കിൽ അല്ലേ അത്ഭുതം? എങ്ങനെ ആ ബന്ധത്തിൽ നല്ല മക്കൾ ഉണ്ടാവും?
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവമായ ശ്രദ്ധ നമ്മൾക്ക് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റയാഹ് റളിയല്ലാഹു അൻഹു ഉറക്കം നടിച്ച് കിടക്കുകയാ. തന്റെ ഭാര്യ അന്ന് രാത്രി ഒട്ടുമേ ഉറങ്ങുന്നില്ല. തഹജ്ജുദ് നിസ്കരിക്കാത്ത ഭർത്താവിനെ കിട്ടിയതിലുള്ള വിഷമം മഹദി തന്റെ വാക്കിലൂടെ പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശക്തമായ ശ്രദ്ധ ഉണ്ടാവണം. ഒരു വീട്ടിൽ കാര്യമായി നടക്കേണ്ടുന്ന ഒന്ന് നിസ്കാരമാണ്. നിസ്കാരം ഉണ്ടാവണം. മറ്റൊന്ന്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർ പറയുന്നു, 3 വിഭാഗം ആളുകൾ അള്ളാഹു അവർക്ക് 2 പ്രതിഫലം നൽകുന്നതാണ്. 3 വിഭാഗം ആളുകൾ ലഹും അജ്റാൻ, അള്ളാഹു അവർക്ക് 2 പ്രതിഫലം കൊടുക്കും. അതിൽ ഒരു വിഭാഗത്തെ നബി തങ്ങൾ പറയാണ്, റജുലുൻ, ഒരു മനുഷ്യൻ, കാനത്ത് ഇൻദഹു അമത്തുൻ, അവന്റെ അടുത്തൊരു അടിമ പെണ്ണുണ്ടായിരുന്നു. അടിമപ്പെണ്ണ് പഴയ കാലത്തുള്ള സമ്പ്രദായമാണ് അടിമ സമ്പ്രദായം. നമ്മളൊക്കെ ചന്ത ചെന്നിട്ട് ആടിനെ പോത്തിനെ വാങ്ങുന്നത് പോലെ അടിമകളെ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും. അടിമ പെണ്ണുങ്ങളുണ്ടാവും, അടിമകളായ ആണുങ്ങളുണ്ടാവും. വീട്ടിൽ ജോലിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും. ഇങ്ങനെ ഒരാളെടുത്ത് അടിമ പെണ്ണുണ്ട് ഒരാളുടെ അടുത്ത്. ഒരാൾ വാങ്ങിക്കൊണ്ടുവന്നതാണ്, അവന്റെ ഉടമയിലുള്ള അടിമ പെണ്ണാണ്. എന്നിട്ടോ ആ പെണ്ണിനെ ഈ മനുഷ്യൻ ദീനി പഠിപ്പിച്ചു, ഇൽമു പഠിപ്പിച്ചു. ആ പെണ്ണിനെ ഇൽമു പഠിപ്പിച്ചു. കേവലം ബാലപാഠങ്ങൾ മാത്രമല്ല പഠിപ്പിച്ചത്, വളരെ ആഴത്തിലുള്ള വിദ്യാഭ്യാസം നൽകി. ഈ പെണ്ണിന് ആഴത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്തു. ദീന നല്ലോണം പഠിപ്പിച്ചു ഈ പെണ്ണിനെ. എന്നിട്ട് അവൾക്ക് നല്ലോണം വിദ്യ നൽകുകയും അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്തു. പിന്നെ ആ പെണ്ണിനെ ഇത്ഖ് ചൊല്ലി. ഇത്ഖ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അടിമ പെണ്ണിനോട് ഉടമ പറയാ, ഞാൻ നിന്നെ ഇത്ഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്ക് പറഞ്ഞ നിമിഷം മുതൽക്ക് പെണ്ണ് സാധാരണ പെണ്ണുങ്ങളെ പോലെയായി, സ്വതന്ത്രയായ പെണ്ണായി, അടിമത്തത്തിൽ നിന്ന് ഒഴിവായി. ആ പെണ്ണിനെ നല്ലോണം പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ആ പെണ്ണിനെ ഇത്ഖ് ചൊല്ലി. എന്നിട്ടോ പിന്നെ ആ പെണ്ണിനെ ഇവൻ കല്യാണം കഴിക്കുകയും ചെയ്തു. അതുവരെ അടിമ പെണ്ണാണ്. അവളെ ഇത്ഖ് ചൊല്ലിയതിനു ശേഷം അവളെ കല്യാണം കഴിച്ച് ഹലാലായ ഭാര്യയായി കൊണ്ടു നടക്കുകയും ചെയ്താൽ ആ മനുഷ്യന് അള്ളാഹു 2 പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അടിമപ്പെണ്ണിനെ പഠിപ്പിച്ചിട്ട് ഒരാൾക്ക് അല്ലാഹു 2 പ്രതിഫലം കൊടുക്കുമെങ്കിൽ സ്വന്തം മകളെ പഠിപ്പിച്ചാൽ, സ്വന്തം പെങ്ങളെ പഠിപ്പിച്ചാൽ, സ്വന്തം ഭാര്യയെ പഠിപ്പിച്ചാൽ, സ്വന്തം ഉമ്മയെ പഠിപ്പിച്ചാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയായിരിക്കും? അടിമപ്പെണ്ണിനെ പഠിപ്പിച്ചാൽ ഇത്ര വലിയ പുണ്യാണെങ്കിൽ സ്വന്തം വീട്ടുകാർക്ക് ദീനി ഇൽമു നൽകുകയും അവർക്ക് ദീൻ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്താൽ എത്ര നല്ല കാര്യമായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ ചെറുതായിട്ടെങ്കിലും ഇൽമു പറയുന്ന സദസ്സുകൾ ഉണ്ടാവണം. വീട്ടിൽ ഒരു ചെറിയ സദസ്സ്, ഇൽമു പറയുന്ന ഒരു സദസ്സ്. ഉസ്താദിനൊന്നും വിളിക്കണ്ട, നാട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ പഠിച്ച കുട്ടികള്, വഫിയ്യകൾ ഉണ്ടാകും. മതവിജ്ഞാനം നേടിയിട്ടുള്ള സഹോദരിമാർ നമ്മൾക്കിടയിൽ ഉണ്ടാവും. ചിലപ്പോൾ സഹ്റവിയ്യകൾ, ഇങ്ങനെ മതബിരുദം നേടി വന്നിട്ടുള്ള സഹോദരിമാരുണ്ടാവൂലേ, അവരിൽ ഒരാളെ വിളിക്കുക. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ, നമ്മൾ എത്ര വലിയ വീടുകളാണ് ഉണ്ടാക്കുന്നത്, 2000, 2500, 3000 ഒക്കെ സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ വീടല്ലേ. ആ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു അവസരം കൊടുക്കുക. അവരൊന്ന് ഇരുന്നിട്ട് ചർച്ച ചെയ്യുകയും കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന സാഹചര്യം വീട്ടിലുണ്ടായാൽ അത് വീടിനൊരു ബർക്കത്താണ്, വീടിനൊരു ബർക്കത്താണ്. സഹോദരിമാരൊക്കെ എത്ര കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എത്ര കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്.
പഠിക്കാൻ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. വീട്ടിൽ അങ്ങനെ ഇൽമിന്റെ സദസ്സുകൾ ഉണ്ടാവുക. ഒന്നുമില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയുണ്ട്. നല്ല നല്ല പ്രഭാഷണങ്ങൾ, ഖുർആൻ പഠന ക്ലാസ്സുകൾ, ഇതൊക്കെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഒരു ചെറിയ പ്രൊജക്ടറോ മറ്റോ വാങ്ങിയിട്ട് നമ്മൾ അടുത്തുള്ള വീട്ടിലെ സഹോദരിമാരൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ അത് പ്രദർശിപ്പിക്കുകയും അവരെല്ലാവരും അത് കണ്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. വീടിനതൊരു ബർക്കത്താണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അടുത്തേക്ക് ഒരു ദിവസം കുറച്ച് പെണ്ണുങ്ങൾ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ദഹബർ റിജാലു ബിൽ ഉജൂർ. നബിയേ, പ്രതിഫലം മുഴുവൻ ആണുങ്ങൾക്കാണല്ലോ നബിയേ. ആണുങ്ങൾക്ക് എത്രയാ കൂലി കിട്ടണത്? അവർ പള്ളിയിൽ വരുന്നു, അങ്ങയുടെ വാള് കേൾക്കുന്നു, അങ്ങയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്നു, ഉപദേശങ്ങൾ നിരന്തരം അവർക്ക് കിട്ടുന്നു. ഞങ്ങൾക്കതിനൊന്നും അവസരമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ദിവസം ക്ലാസ് എടുക്കാൻ അങ്ങ് സന്നദ്ധരാവണം നബിയേ. ഞങ്ങൾക്ക് ഒരു ദിവസം അങ്ങനെ വാള് പറഞ്ഞിരണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറഞ്ഞു, ആ സ്വഹാബിയത്തായ സഹോദരിയോട് പറഞ്ഞു, മൗഇദുകുന്ന ബൈതു ഫുലാന. ഓക്കെ, നിങ്ങൾ ഇന്നാലിന്ന ദിവസം ഇന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് വന്നോളി. ആ നാട്ടിലുള്ള അത്യാവശ്യം വലിയ ഒരു വീട് ചൂണ്ടിക്കാണിച്ചിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ആ വീട്ടിലേക്ക് നിങ്ങൾ വരി, ഞാനും അങ്ങോട്ട് വരാം. പെണ്ണുങ്ങളൊക്കെ അവിടെ ഒരുമിച്ച് കൂടി. നബി തങ്ങൾ അവിടത്തേക്ക് ചെന്നു, അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തു, മതവിദ്യകൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള ചെറിയ സദസ്സുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കണം. മിനിമം നമ്മളുടെ സഹോദരിമാർക്ക് ഫത്ഹുൽ മുഈൻ ഓതി കൊടുക്കാൻ, റിയാദുസ് സ്വാലിഹീനിൽ ഹദീസുകൾ വായിച്ചിട്ടൊന്നത് വിശദീകരിച്ചു കൊടുക്കാൻ ഒരു അവസരം വീടുകളിൽ ഉണ്ടാക്കുക. അത് കണ്ടിട്ടാണെങ്കിലും കേട്ടിട്ടാണെങ്കിലും പഠിക്കാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുക. നല്ല നല്ല മാഗസിനുകൾ, നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ സൂക്ഷിക്കുക. കിതാബുകളൊക്കെ വെക്കാൻ, പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ വീട്ടിലൊരു അറ ഉണ്ടാക്കുകയും ഒരു അലമാര സ്ഥാപിക്കുകയും ആ പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യുക. ഇൽമുമായി ബന്ധപ്പെടുന്ന രംഗം വീട്ടിലുണ്ടാവണം. ഇനി സഹോദരിമാരും അങ്ങനെ തന്നെ അറിയാത്ത കാര്യങ്ങൾ ഭർത്താക്കന്മാരോട് ചോദിച്ചു പഠിക്കുക. അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുന്ന സാഹചര്യം വീട്ടിലുണ്ടാവുക. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വുളൂ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്തു വെച്ചു. കുറച്ച് വെള്ളം മൂപ്പര് വുളൂ എടുക്കാൻ വേണ്ടി വെള്ളം എടുത്തു വെച്ചാണ്. മൂത്രയിക്കാൻ വേണ്ടിയിട്ട് കൊന്ന അപ്പുറത്തേക്ക് പോയപ്പോൾ ഫജാഅത് ഹിറത്തുൻ, ഒരു പൂച്ച വന്ന് ഈ വെള്ളത്തിൽ തലയിട്ട് വെള്ളം കുടിച്ചു. വുളൂ എടുക്കാൻ വേണ്ടി എടുത്തു വെച്ച വെള്ളാണ്. മൂപ്പര് മൂത്രയിക്കാൻ പോയപ്പോ ഒരു പൂച്ച വന്ന് ആ വെള്ളം കുടിച്ചു. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മൂത്രമൊഴിച്ച് വൃത്തിയായതിനു ശേഷം ഇതേ വെള്ളത്തിൽ നിന്ന് വുളൂ എടുക്കാൻ തുടങ്ങിയപ്പോ തന്റെ ഭാര്യ വിലക്കുകയാ. ഭാര്യ പറഞ്ഞു, ഭർത്താവേ, അത് പൂച്ച തലയിട്ട വെള്ളമാണ്. പൂച്ച തലയിട്ട വെള്ളാണ്, അത് കുടിക്കല്ലേ, അതുകൊണ്ട് വുളൂ എടുക്കല്ലേ എന്ന് പറഞ്ഞു. ഭാര്യക്കറിയില്ല. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മഹാനവർകൾ തന്റെ ഭാര്യയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. തന്റെ ഭാര്യ കബ്ഷ റളിയല്ലാഹു അൻഹ അവരോട് പറയുന്നു, യാ കബ്ഷ ഇന്നഹാ ലൈസത് ബിനജസിൻ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പൂച്ച തലയിട്ട വെള്ളം മുതനജ്ജിസല്ല, അത് നജസല്ല. പൂച്ച തലയിട്ട വെള്ളം നജസല്ല. പൂച്ച വൃത്തിയുള്ള ജീവിയാണ്, വൃത്തിയുള്ള ജീവിയാ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മുഖം കഴുകുമല്ലോ. പൂച്ച എന്തെങ്കിലും തിന്നാൽ അതിന്റെ മുഖം എവിടെങ്കിലും കൊണ്ടൊരു തുടച്ച് വൃത്തിയാക്കും. വൃത്തി സൂക്ഷിക്കുന്ന ജീവിയാണ് പൂച്ച. വീട്ടിന്റെ ഉള്ളിലോടൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ മൂത്രയിക്കാൻ വന്നാൽ അല്ലെങ്കിൽ വിസർജിക്കേണ്ട അവസരം വരുമ്പോ വെളിയിലേക്ക് പോകും. വെളിയിലേക്ക് പോയിട്ട് കണ്ടത്തിൽ എവിടെങ്കിലും കാലുകൊണ്ട് തുരന്ന് ചെറിയൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്കാണ് പൂച്ച വിസർജിക്കുക. അതെന്നെ മണ്ണിട്ട് മൂടുകയും ചെയ്യും. പൂച്ച വൃത്തിയുള്ള ജീവിയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ലൈസത് ബിനജസിൻ, പൂച്ച തലയിട്ട വെള്ളം അത് നജസല്ല.
പൂച്ച മുതനജ്ജിസായ ജീവിയല്ല. ഇന്നമാ ഹിയ മിനത്ത് തവാഫീന അലൈക്കും അവിത് തവാഫാത്ത്. മനുഷ്യരോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവിയാണല്ലോ പൂച്ച. മനുഷ്യരോട് വല്ലാതെ ഇണങ്ങിച്ചേരുന്ന ജീവിയാ പൂച്ച. വീടുകളിലൊക്കെ ഉണ്ടാവും പൂച്ചകള്. സാന്ദർഭികമായി പറയട്ടെ, വീടിന്റെ ബർക്കത്താണ് അങ്ങനെ നമ്മോട് ഇണങ്ങിക്കഴിയുന്ന ജീവികൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഇറച്ചി തിന്നുമ്പോ അല്ലെ മീൻ തിന്നുമ്പോ അതിന്റെ ഒരു ചെറിയ കഷ്ണം ഒരു പൂച്ചക്ക് ഇട്ട് കൊടുക്കുക. നമ്മളൊന്നും കൊടുക്കൂല. കൊടുക്കാതിരിക്കുമ്പോ പൂച്ച വല്ലതും കട്ട് കൊണ്ടുപോയിക്കാണെങ്കിലോ നമ്മൾ പൂച്ചനെ കുറ്റം പറയുകയും ചെയ്യും. നമ്മളൊന്നും കൊടുക്കൂല. ഒരു മുള്ളെങ്കിലും പൂച്ചക്ക് ഇട്ട് കൊടുത്തൂടെ? മഹാന്മാരൊക്കെ ഇങ്ങനെ ജീവികളോട് കരുണ കാണിക്കാറുണ്ടായിരുന്നല്ലോ. ജീവികളോട് കരുണ കാണിക്കും. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് റഹിമഹുല്ലാ, അള്ളാഹു അവിടുത്തെ ഉഖ്റവിയായ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് അത് പൊടിച്ചിട്ട് ഉറുമ്പുകൾക്ക് ഭക്ഷണമായി കൊടുക്കാറുണ്ടായിരുന്നു. ഉറുമ്പിന് കൊടുക്കുക ബിസ്ക്കറ്റ്. ഉറുമ്പിന് പൈസ കൊടുത്ത് മീൻ വാങ്ങിയിട്ട് പൂച്ചകൾക്ക് തിന്നാനിട്ട് കൊടുക്കുമായിരുന്നു. തന്റെ മകന്റെ മകളുടെ റൂമിന്റെ റാക്കിൽ ഒരു പൂച്ച കുഞ്ഞുങ്ങളെ പ്രസവിച്ചപ്പോ പ്രിയപ്പെട്ട തന്റെ മകന്റെ മകളോട്, പേരക്കുട്ടിയോട് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു അത്രേ, മോളെ ആ പൂച്ചയെ നോക്കണം, അതിന്റെ കുഞ്ഞുങ്ങളെ നോക്കണം, അള്ളാഹു നിന്റെ മക്കളെ സംരക്ഷിക്കുന്നതാണ്, എടങ്ങാറാക്കണ്ടെന്ന് പറഞ്ഞു. പൂച്ചകളോട് കരുണ കാണിക്കണം, കോഴികളോട് കരുണ കാണിക്കണം. നമ്മൾ തിന്നുന്നിടത്തേക്ക് അവകൾ വരുമ്പോ എന്തെങ്കിലും ഒന്ന് അവക്ക് ഇട്ട് കൊടുക്കുക. അതൊരു റഹ്മത്താണ്, അതൊരു കരുണയാണ്. മഹാനായ അല്ലാമാ ശിബിലി റഹിമഹുല്ലാ, അല്ലാഹു മഹാനവറുകളെ തന്റെ മരണപ്പെട്ടതിന് ശേഷം മഹാനവറുകളെ തന്റെ ഒരു സ്നേഹിതന് സ്വപ്നത്തിൽ കാണുകയാണ്. ശിബിലി തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ഒരു സ്നേഹിതൻ മഹാനായ അല്ലാമാ ശിബിലിയോട് ചോദിച്ചു, എങ്ങനെയാണ് അള്ളാഹു നിങ്ങളോട് പെരുമാറിയത്? മഹാന്മാരുമായിട്ട് മരണശേഷവും അങ്ങനെ ആത്മീയ ബന്ധം പുലർത്താനൊക്കെ കഴിയല്ലോ. അല്ലാമാ ശിബിലി തങ്ങളോട് ചോദിച്ചു, പടച്ചോൻ എങ്ങനെ ഞങ്ങളോട് പെരുമാറിയത്? അപ്പോൾ അല്ലാമാ ശിബിലി തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അല്ലാമാ ശിബിലി തങ്ങൾ പറഞ്ഞു, ഔഖഫനില്ലാഹു ബൈന യദൈഹി, അല്ലാഹു അവന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ദോഷങ്ങളൊക്കെ പുറത്തു തരുകയാണ്, നിന്റെ കുറ്റങ്ങളൊക്കെ ഞാൻ മാപ്പ് ചെയ്യുകയാ. എന്തുകൊണ്ടാണ് നിന്റെ തെറ്റുകൾ ഞാൻ മാപ്പ് ചെയ്തു തരുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ എല്ലാം പുറത്തു തന്നു. ഞാൻ പുറത്തുതരാൻ കാരണം എന്താണെന്നറിയോ? മഹാനായ അല്ലാമാ ശിബിലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, യാ അല്ലാഹ് ബികസറത്തി സ്വലാത്തി, ഞാൻ കുറേ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, ആ നിസ്കാരത്തിന്റെ പേരിലാണോ നീ എനിക്ക് മഗ്ഫിറത്ത് നൽകുന്നത്? അല്ലാഹു പറഞ്ഞു, ലാ, അതല്ല. എങ്കിൽ ഞാൻ കുറെ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, സാധുക്കൾക്ക് ഞാൻ സ്വതക്ക നൽകിയിട്ടുണ്ട്, ആ സ്വതക്ക സക്കാത്തുകളുടെ ഫലമായിട്ടാണോ റബ്ബേ നീ എനിക്ക് മഗ്ഫിറത്ത് നൽകുന്നത്? അല്ലാഹു പറഞ്ഞു, ലാ, അതുമല്ല. എങ്കിൽ ഞാൻ ഇൽമു തേടിയിട്ട് ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇൽമു തേടിയുള്ള ദീർഘയാത്രകളുടെ പേരിലാണോ പടച്ചോനെ നീ എനിക്ക് പുറത്തു തരുന്നത്? അല്ലാഹു പറഞ്ഞു, ലാ, അതുമല്ല. എങ്കിൽ ഞാൻ ഒരുപാട് സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരോട് ബന്ധം സ്ഥാപിച്ചിരുന്നു, മഹാന്മാരെ കാണാൻ പോകാറുണ്ടായിരുന്നു, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു, അതുകൊണ്ടാണോ നീ എനിക്ക് പുറത്തു തന്നത്? അല്ലാഹു പറഞ്ഞില്ല, അതുകൊണ്ടുമല്ല. നിസ്കാരമല്ല, നോമ്പല്ല, യാത്രകളല്ല, സ്വാലിഹീങ്ങളുമായുള്ള സമ്പർക്കല്ല, ഒന്നുമല്ല. അല്ലാമാ ശിബിലി തങ്ങൾ ചോദിച്ചു, പിന്നെ എന്താ പഠിച്ചോനെ? ഞാൻ മനസ്സിലാക്കി വെച്ചത് ഇതൊക്കെയാണ്, എനിക്ക് ആഖിറത്തിൽ രക്ഷ കിട്ടുമെന്ന് കരുതിയിട്ട് ഞാൻ ഒരുക്കി വെച്ച കർമ്മങ്ങൾ ഇതൊക്കെയാണ്, ഇതല്ലാത്ത വേറെന്ത് കർമ്മം കാരണത്താലാ പഠിച്ചോനെ നീ എനിക്ക് പുറത്തു തരുന്നത്? മഹാനായ ശിബിലി തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, അമാ തദ്കുറു
അന്നക കുന്ത തംശി ഫീ ദിർബി ബഗ്ദാദ്. ബഗ്ദാദിലെ ഒരു തെരുവിലൂടെ നിങ്ങൾ നടന്നുപോയില്ലയോ ഒരു രാത്രി? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ സന്ദർഭം? രാത്രിയിൽ ബഗ്ദാദിലെ ഒരു തെരുവിലൂടെ നിങ്ങൾ നടന്നു പോയിട്ടില്ലായിരുന്നോ? ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. നല്ല തണുത്തുറഞ്ഞ രാത്രിയിൽ, അതിശൈത്യമുള്ള രാത്രിയിൽ ബഗ്ദാദിലെ തെരുവിലൂടെ നിങ്ങൾ നടന്നത് ഓർക്കുന്നുണ്ടോ? ഉണ്ട് റബ്ബേ, എനിക്ക് ഓർമ്മയുണ്ട്. فرأيت هرة قد أضعفها البرد فهي تنزوي من جدار إلى جدار. അങ്ങനെ നടക്കുന്നതിനിടയിൽ നിങ്ങളൊരു പൂച്ച കുഞ്ഞിനെ കണ്ടിട്ടില്ലായിരുന്നോ? അത് അൽഅഫഹൽ ബർദു, തണുപ്പ് ആ കുഞ്ഞിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. വഹിയ തൻസവി മിൻ ജിദാരിൻ ഇലാ ജിദാർ, തണുപ്പ് അസഹ്യമായതിന്റെ പേരിൽ ആ പൂച്ചക്കുഞ്ഞ് ഓരോ ചുമരിനോട് ഇങ്ങനെ ഒട്ടി സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പൂച്ചക്കുഞ്ഞിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആ പൂച്ചക്കുഞ്ഞിനെ എടുക്കുകയും ശരീരത്തിലുള്ള ഷാളെടുത്തിട്ട് ആ പൂച്ചക്കുഞ്ഞിന് പുതപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ട്. ബിറഹ്മതിക ഇയ്യാഹാ അദ്ഖൽതുകൽ ജന്ന, ആ പൂച്ചക്കുഞ്ഞിനോട് കരുണ ചെയ്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സ്വർഗം നൽകുന്നതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാമ ശിബ്ലി തങ്ങളോട് പറയുകയാണ്. പൂച്ചയെ ആദരിച്ചു, പൂച്ചയോട് കരുണ കാണിച്ചു, അതുകൊണ്ട് സ്വർഗം കിട്ടി. പൂച്ചയോട് കരുണ കാണിച്ചതിന്റെ പേരിൽ വീട്ടിന്റെ പരിസരത്തൂടെ പൂച്ച നടക്കുമ്പോ ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുത്തേക്ക്, ഒരിറച്ചി കഷ്ണം പൂച്ചക്ക് കൊടുത്തേക്കൂ. ഏതെങ്കിലും ഒരു ചിരട്ടയിലോ പാത്രത്തിലോ കുറച്ച് വെള്ളം പാർന്നു വെക്കുക. ദാഹിക്കുന്ന പൂച്ചയോ ഇനി കാക്കയോ കോഴിയോ വന്ന് കുടിച്ചോട്ടെ. സ്വതക്കയുടെ പ്രതിഫലമാണ്. ഒരു മൃഗത്തോട് കരുണ കാണിച്ചത് കൊണ്ടാണ്, ഒരു പൂച്ചക്കുഞ്ഞിനോട് കരുണ കാണിച്ചത് കൊണ്ടാണ് അല്ലാമ ശിബ്ലി തങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകിയത്. അതുകൊണ്ട് വീട്ടിലെ മൃഗങ്ങളോട് കരുണ കാണിക്കണം. ഞാനത് പറഞ്ഞു വന്നത്, പൂച്ച തലയിട്ട വെള്ളം അത് നജസല്ല. അതുകൊണ്ട് ഒളെടുക്കുന്നതിനോ അത് കുടിക്കുന്നതിനോ കുളിക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല എന്ന് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അറിയാത്തത് അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കാനും പ്രിയപ്പെട്ട സഹോദരിമാർ സന്നദ്ധരാവണം. ഇൽമുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങൾ വീടുകളിൽ ഉണ്ടാവണം. അതുപോലെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെറിയ മക്കളെ വളരെ ചെറുപ്പത്തിലെ ദീനി ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ഒരുക്കണം. ചെറുപ്പത്തിൽ തന്നെ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോ മക്കളോട് പറയണം, മോനെ ഇരുന്ന് കഴിക്ക്, ഇരുന്ന് കുടിക്ക്. ഇടത് കൈയിലാണ് മക്കളുടെ ഗ്ലാസ് ഉള്ളതെങ്കിൽ മോനെ അല്ല വലത്തെ കൈ കൊണ്ട് കുടിക്കുമെന്ന് പറയണം. ഇങ്ങനെ വലത് കൈ കൊണ്ട് തിന്നുമ്പോഴുള്ള ചിട്ടകൾ, ആദാബുകൾ, ഇതൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ചിരുന്ന് ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുക. ഉമ്മയോ ഉപ്പയോ ഉറക്ക ബിസ്മി ചെല്ലുക. കേൾക്കുമ്പോൾ മക്കൾക്ക് ബോധം വരും, മക്കൾ ഉറക്ക ബിസ്മിയല്ലും. ഗ്ലാസ് വലത് കൈയിലാണ് പിടിക്കേണ്ടത്, വലത് കൈ കൊണ്ടാണ് തിന്നേണ്ടതെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യിപ്പിക്കുക. ഇങ്ങനെ അദബ് പഠിപ്പിച്ചുകൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം വീടുകളിൽ ഉണ്ടാവണം. നമ്മളോ ഇടത്തെ കൈകൊണ്ടേ കുടിക്കുള്ളൂ. ഏതൊരു കല്യാണ സദസ്സിൽ പോയി നോക്കിയാലും, എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന വീടുകളിലൊക്കെ പോയി നോക്കിയാൽ ഇടത് കൈ കൊണ്ട് തന്നെയാണ് തിന്നലും കുടിക്കും. തിന്നൽ വലത്തെ കൈ കൊണ്ടാണ്, കുടിക്കൽ ഇടത്തെ കൈ കൊണ്ടാണ്. വീടുകളിലൊക്കെ കല്യാണത്തിന് ഉപയോഗിക്കുന്നത് ഡിസ്പോസിബിൾ പ്ലേറ്റുകളാണ്, ഡിസ്പോസിബിൾ ഗ്ലാസുകളാണ്. ഒരാൾ കുടിച്ചാൽ പിന്നെ അത് ഉപയോഗിക്കൂല, അത് വലിച്ചെറിയാണ്. എന്നാലും നമ്മൾ അടുത്ത കയ്യിലെ പിടിക്കുള്ളൂ, അല്ലേ? ഇത് സുന്നത്തിന് വിരുദ്ധാണ്. അങ്ങനെ ചെയ്യരുത്. കഴിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ്, കുടിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ്. ഇരുന്ന് തന്നെ കുടിക്കണം. ഇത്തരം ചിട്ടകൾ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ഒരാൾ നിന്ന് കുടിച്ചാൽ മരുന്നില്ലാത്ത രോഗം കൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്ന് വെള്ളം കുടിച്ചാൽ മരുന്നില്ലാത്ത അസുഖം കൊണ്ട് പഠിച്ചോൻ പരീക്ഷിക്കുന്നു. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. കൊറോണ വൈറസിന് ഈ നിമിഷം വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല.
ഈ നിമിഷം വരെ മരുന്നില്ല. വാക്സിൻ കണ്ടുപിടിക്കാൻ 1.5 വർഷത്തിന് ശേഷം എന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടത്. 1.5 കൊല്ലം കഴിഞ്ഞാലേ വാക്സിൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അന്വേഷണത്തിലാണ്, പരീക്ഷണത്തിലാണ്, മരുന്ന് കണ്ടെത്തിയിട്ടില്ല. എയ്ഡ്സിന് മരുന്നില്ല. രോഗം തരും അല്ലാഹു, നിന്ന് കുടിക്കുന്ന ആളെ മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. വീട്ടിൽ ഇരുന്ന് തന്നെ കുടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം. ദീനീ ചിട്ടകൾ വീട്ടിൽ വ്യാപകമായിട്ടുണ്ടാവണം. വീട്ടിലേക്ക് സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെ വിളിച്ചു വരുത്തണം. വീടിന് ബർക്കത്താണത്. വീടിന് ബർക്കത്താണ്. സ്വാലിഹീങ്ങളെ വീട്ടിലേക്ക് വിളിക്കുക. സയ്യിദന്മാർ വരുമ്പോ, തങ്ങന്മാർ വരുമ്പോ, അല്ലെ ആലിമീങ്ങൾ വരുമ്പോ, സ്വാലിഹീങ്ങൾ വരുമ്പോ അവരൊക്കെ വീട്ടിലേക്ക് വിളിക്കുക. അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. അവരെ കൊണ്ട് 2 റക്അത്ത് നിസ്കരിപ്പിക്കുക. ഒരു വീടിന് അന്തസ്സാണ്, വീടിന് ബർക്കത്താണ്. മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്തത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, എൻ്റെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വന്നവർക്ക് വേണ്ടി നമ്മൾ ദുആ കൊടുക്കണം. സ്വാലിഹീങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നാൽ അവർ നമുക്ക് വേണ്ടി ദുആയിരിക്കും. വീട്ടിലേക്ക് വരുന്നവരൊക്കെ നമുക്ക് വേണ്ടി ദുആയിരിക്കും. നമ്മൾ വീട്ടിൽ വന്നവർക്ക് വേണ്ടി ദുആയിരിക്കുക. അപ്പൊ എല്ലാവർക്കും ദുആ കിട്ടി. ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നാൽ അവർ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്തു. നമ്മൾ ദുആ ചെയ്യുമ്പോൾ സ്വാലിഹീങ്ങളെ അന്നാട്ടിലെ ആളുകളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ദുആയിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.